സമാപന ദിവസമായ ഇന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്ന മാതിരി കർമ്മയോഗത്തെക്കുറിച്ച് ഉള്ള പ്രഭാഷണം ആചാര്യനായ ശ്രീ പാർത്ഥസാരഥിപുരം വിശ്വനാഥൻ പിള്ള അവർ തുടർന്നും നടത്തുന്നതാണ്. മഹത്തായ ജീവിതശാസ്ത്രമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെക്കുറിച്ച് സാമാന്യമായ ഒരു ധാരണ സാധാരണ ഭക്തജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭ നടത്തിയ ഈ എളിയ ഉദ്യമം വിജയത്തിൽ എത്തിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ താല്പര്യമുള്ള കുറേ വ്യക്തികൾ എല്ലാ ദിവസവും ഇവിടെ വന്നെത്തി ആചാര്യൻ്റെ പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെ വിശകലനങ്ങളും എല്ലാം ശ്രദ്ധിച്ച് കേട്ടതിൻ്റെ ഫലമാണ്. ഇന്നും ആചാര്യൻ്റെ പ്രഭാഷണം തികഞ്ഞ താല്പര്യത്തോടും ഭക്തിയോടും കൂടി നിങ്ങൾ ശ്രമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രഭാഷണത്തിനായിട്ടും പാരായണത്തിനായിട്ടുമൊക്കെ ക്ഷണിക്കുകയാണ്. പ്രതിഷ്ഠിതം ആവിരാവർമ്മ ഏധി വേദസ്യ മാണീസ്ഥഃ ശ്രുതം മേ മാ പ്രകാശേ അനേന അതിദേന അഹോരാത്രാൻ സന്ദധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അംബികാഹൃദയാനന്ദം മാതൃഭിः പരിവേഷ്ടിതം ഭക്തപ്രിയം മതോന്മത്തം വന്ദേഹം ഗണനായകം. ചിത്രരത്നവിചിത്രാംഗം ചിത്രമാലാവിഭൂഷിതം കാമരൂപധരം ദേവം വന്ദേഹം ഗണനായകം. സർവവിഘ്നഹരം ദേവം സർവവിഘ്നവിവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം. വന്ദേഹം ഗണനായകം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. സൃഷ്ടിസ്ഥിതിവിനാശാനാം ശക്തിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയീ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്ത പരിത്രാണപരായണേ
സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. മാണിക്യവീണാംബലാളയന്തി മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതി കോമളാംഗീ മാതംഗകന്യാം മനസാ സ്മരാമി. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം തത്സത് ശിവശങ്കരോ ഗുരുവര കാരുണ്യവാരാംനിധി സർവജ്ഞശ്രുതഭക്തപാലനരതപ്പായാ സദാ ശങ്കര. ധർമാഖ്യാനവിചക്ഷണോ വിനിതരാം യോ ബ്രഹ്മരാദോ അഭവത് സ്വസ്മാകം ഗുരുനായകോ ഹ്യവതു നശിഷ്യാൻ പ്രപന്നാൻ ശുഭം. ശാന്തോന്മീലിതലോചനം ശമതമാസം രക്ഷിതും മാനസം ഭസ്മാലങ്കൃതഭാലശേഷരസിതം സുസ്മേരവക്ത്രാംബുജം ചിന്മുദ്രാങ്കിത ദീർഘബാഹുയുഗളം വീരാസനേ സംസ്ഥിതം വന്ദേഹം ഗുരുനായകോ മമ ശിവാനന്ദ സദാ പാതു മാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം അനുഗ്രഹായ ലോകാനാം അവതീർണായ വിഷ്ണവേ ക്ലേശാപഹായ കൃഷ്ണായ പാർത്ഥസാരഥേ നമഃ. പീതാംബരം കരവിരാജിത ചക്രശംഖ ഭൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീ ഗുരുഭ്യോ ഭഗവത്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഈശ്വരബുദ്ധിയ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ തുടർച്ചയായി ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായം വിചിന്തനം ചെയ്തു വരികയായിരുന്നല്ലോ. ഏതാണ്ട് 40-ാം ശ്ലോകം വരെ നമ്മൾ ഒരു സാമാന്യ രീതിയിൽ വായിച്ച് ചർച്ച ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ യജ്ഞത്തിൻ്റെ സമാപന ദിവസവുമാണ്. ഭഗവാൻ അനുഗ്രഹിച്ച് കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മഴയില്ലായിരുന്നെങ്കിൽ ഇന്ന് ശുദ്ധികലശം കുടയും പോലെ മഴയൊക്കെ പെയ്ത് പരിസരമൊക്കെ ശുചിയാക്കി നമ്മളെ ഒന്ന് തണുപ്പിച്ചൊക്കെയാണ് ഈ യജ്ഞത്തിന് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത്. മഴയൊക്കെ ആണെങ്കിൽ
താല്പര്യമുള്ള എന്നും വന്നുകൊണ്ടിരുന്നവരെല്ലാം തന്നെ വന്നു എന്ന് കാണുന്നതിൽ സന്തോഷം തന്നെയുണ്ട്. മനുഷ്യനായി ഒരു ജന്മം കിട്ടിയാൽ അയാൾ അതുകൊണ്ട് പ്രയോജനപ്പെടുത്തേണ്ട കാര്യം എന്ത് എന്ന് ലോകാരംഭം മുതൽ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ചിന്തിച്ചു വരികയായിരുന്നു. ഓരോരോ ഋഷികളും അവരവർ കണ്ടെത്തിയ ശാസ്ത്രങ്ങളിൽ കൂടെയും നമ്മുടെ പുരാണങ്ങൾ കൂടെയും ശാസ്ത്രഗ്രന്ഥങ്ങൾ കൂടെയും ഒക്കെ ഈ ജീവിതത്തിൻ്റെ പരമലക്ഷ്യത്തെപ്പറ്റി അവർ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും അതിൽ ഒരുപോലെ തന്നെയാണ് ഒരഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. രണ്ടഭിപ്രായം ഈ ആധ്യാത്മിക വിഷയകാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഈ ലോകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിടർന്ന് വിലസി നിൽക്കുകയാണ്. ഞാനും എൻ്റെ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചവും ഇതാണല്ലോ സമസ്തവും കൂടെ ചേർത്താൽ. വാസ്തവത്തിൽ ഞാനും എന്ന് ആദ്യം പറയുന്നത് ചിന്തിക്കാൻ ആൾ വേണമല്ലോ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഞാനെന്ന് പറയുന്ന ആൾ അല്ലേ? എനിക്ക് പ്രത്യേകം വല്ല അസ്തിത്വം ഈ പ്രപഞ്ചത്തിൽ മാറിയെന്നുകൊണ്ടുണ്ടോ? ഇല്ല. എങ്കിലും അങ്ങനെ ഒരു വിചിന്തനം ചെയ്യുമ്പോൾ ഒരു അന്വേഷകന് അഥവാ ഒരു സാധകന് തൻ്റെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചവും താനും, ഞാൻ ആര്, ഈ പ്രപഞ്ചം എന്ത്, ഇവിടെ നിന്ന് വന്നു, ഇവിടെ നിൽക്കുന്നു, ഇവിടെ വിലയം പ്രാപിക്കുന്നു, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അറിഞ്ഞ സമസ്ത പ്രപഞ്ചവും നമ്മൾ ഇതുവരെയുള്ള അനുഭവത്തിൽ നോക്കൂ, ഉണ്ടായി കുറച്ചുനാൾ നിലനിന്ന് മറഞ്ഞുകൊണ്ടേയിരിക്കുന്നവയാണ്. വീണ്ടും ഉണ്ടാകുന്നു, വീണ്ടും കുറേ നാൾ നിലനിൽക്കുന്നു, മറയുന്നു. ഇത് അനസ്യൂതം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്നേ പറയാനുള്ളൂ. ഇങ്ങനെയുള്ളതായ ഈ പ്രപഞ്ച പ്രക്രിയയിൽ ഒരു മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് എന്താണ് പരമധർമ്മം എന്ന് ചോദിച്ചാൽ, ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശി സ്കന്ധത്തിൽ ഭഗവാൻ ഉദ്ധവോപദേശം തുടങ്ങുന്നതിൻ്റെ ആദ്യ ഭാഗമായി യദു അവധൂത സംവാദം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഒരു പ്രകരണം. അവധൂത ഗീതയെന്നും അതിന് പറയാറുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഉത്തരഭാഗത്തിൽ ഈ ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. അവിടെ പറയുന്നത്, ലബ്ധ്വാ സുദുർലഭമിവം ബഹുസംഭവന്തേ മാനുഷ്യം അർത്ഥദം അനിത്യമപീഹ ധീരാ ലബ്ധ്വാ സുദുർലഭമിവം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥദം അനിത്യമപീഹ ധീരാഃ പൂർണ്ണം യതേത ന പതേദനുമുക്തിയാവൻ നിശ്രേയസായ വിഷയഖലു സർവസസ്യാത് ലബ്ധ്വാ സുദുർലഭമിമം ബഹുസംഭവാന്തേ മാനുഷ്യം. സുദുർലഭമായ ഈ മാനുഷ്യജന്മം കിട്ടിയിട്ട് ലബ്ധ്വാ ബഹുസംഭവാന്തേ, എത്രയോ സംഭവ പരമ്പരകൾ കഴിഞ്ഞ്, സംഭവ പരമ്പരകൾ എന്ന് പറയുമ്പോൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം നമുക്കെല്ലാവർക്കും തന്നെ കിട്ടിയിരിക്കുന്നത്. ഹേ ഉദ്ധവ, അങ്ങ് മനസ്സിലാക്കൂ, ഇങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ആ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? അർത്ഥദം അനിത്യം അപി, 2-3 വിശേഷണങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ട്. ലബ്ധ്വാ സുദുർലഭമിവം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥദം
ഇത് അർത്ഥതമാണ് ഈ മനുഷ്യജന്മം. അവിടെ അർത്ഥതം എന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇത് പരമപുരുഷാർത്ഥം ആയിരിക്കുന്ന മോക്ഷത്തെ വരെ നേടിത്തരാൻ ശേഷിയുള്ളതാണ്. അർത്ഥത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് എടുക്കേണ്ടത്. കൊല്ലംകോടൻ വ്യാഖ്യാനിച്ചപ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം, ഇത് വെറും ഒരർത്ഥമുള്ള കാര്യമെന്ന് പറഞ്ഞു തള്ളരുത്. പരമപുരുഷാർത്ഥം വരെ നേടിത്തരാൻ. എന്താ പരമപുരുഷാർത്ഥം? മോക്ഷം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓരോ സന്ദർഭങ്ങളിൽ ഞാൻ മാറി പറയുന്നേ ഉള്ളൂ. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം അഥവാ കൈവല്യം നേടിത്തരാൻ പ്രാപ്തമായി മനുഷ്യജന്മം കിട്ടിയിട്ട് അർത്ഥതം എന്താ നമ്മൾ വിചിന്തനം ചെയ്ത്? ഇത് അർത്ഥതമാണ്. പരമപുരുഷാർത്ഥം ആയിരിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കുവാൻ യോഗ്യമായിട്ടുള്ളതാണ്. ഇനി ഈ മനുഷ്യത്തിന് വേറെ പ്രത്യേകം കൂടെ ശ്രദ്ധിച്ചോളൂ. അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് അനിത്യമപി. ഇതിന് വല്ല നിത്യതയുണ്ടോ? അനിത്യമാണ് ഈ മനുഷ്യജന്മം. ആരുടെയും ജന്മം അതേ ഉള്ളൂ. ഇവരോട് എടുത്തു പറയുന്നു. പ്രത്യേകം ഓർക്കൂ, മനുഷ്യ ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്നതാണ്. അടുത്ത ഒരു നിമിഷത്തെപ്പറ്റി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ? നമ്മളെപ്പോഴും ചൊല്ലാറില്ലേ, നിശ്വാസേ നഹി വിശ്വാസ തഥാരുദ്ധോ ഭവിഷ്യതി. അകത്തേക്ക് വലിച്ച ശ്വാസം പുറത്തേക്ക് പോകുന്ന എന്താ ഒരു ഉറപ്പ്? വല്ല ഉറപ്പുണ്ടോ? നിന്ന് പോകാൻ നിന്ന് കാറ്റിലകത്തേക്ക് ബലൂൺ കയറ്റി ഇനി അത് പുറത്തോട്ട് വന്നില്ലെങ്കിൽ അത് ഉരുണ്ട അവിടെ ഇരിക്കേ ഉള്ളൂ. ബലൂണാകുമ്പോൾ നമ്മളായാലും നമ്മളവിടെ ഇരിക്കേ ഉള്ളൂ. പിന്നെ ഒന്നും വേറെ സംഭവിക്കത്തില്ല. അവിടെ ഇരിപ്പ് അവിടെ ഇരുന്നത്. അപ്പൊ ഇത്ര അനിത്യമാണ് ഈ മനുഷ്യജന്മം. മാത്രമല്ല അതുകൊണ്ട് എന്ത് വേണം? അർത്ഥതവുമാണ് അനിത്യവുമാണ്. ഏത് സമയം പൊലിഞ്ഞു പോകാവുന്നതാണ്. ധീരാഹ, ധീരന്മാരായ ആൾക്കാർ അതുകൊണ്ട് എന്ത് വേണം? പൂർണ്ണം യതേത. പെട്ടെന്ന് ശ്രമം തുണയ്ക്കണം. ഒരു നിമിഷവും ഇനി കളയരുത്. ഏത് നിമിഷവും നമ്മളെ വിട്ടുപോകാവുന്ന അനിത്യമുള്ളതായ ഈ ജന്മം ഏത് സമയവും നമ്മളെ വിട്ടുപിരിയാവുന്ന ആയതുകൊണ്ട് എന്തു വേണം? പൂർണ്ണം യതേത ന പതേത്. പതിച്ചു പോകുന്നതിന് മുമ്പേ, എപ്പോഴാ വീട് പോകുന്ന അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് മുമ്പേ അതിവേഗം ഇനി പ്രയത്നം ആരംഭിച്ചുകൊള്ളൂ. ഇതിവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണം യതേത ന പതേത് അനമൃത്യാവൻ നിശ്രേയസായ. നിശ്രേയസായ, നിശ്രേയസം എന്നെന്തോ വാക്കിനർത്ഥം? നിശ്രേയസം അതും പുരുഷാർത്ഥങ്ങളിൽ അന്ത്യമായിരിക്കുന്ന ഈ മോക്ഷം തന്നെയാണ്. ഈ മോക്ഷത്തിന് വേണ്ടി പൂർണ്ണം യതേത, വേഗം പ്രയത്നിച്ചു തുടങ്ങിക്കോളൂ. ഇത്രയും കാലം അറിഞ്ഞുകൂടായിരുന്നുകൊണ്ടോ, പ്രാരബ്ധത്തിൻ്റെ ശക്തി കൂടുതലുകൊണ്ടോ, വിപരീതവാസനുള്ളിൽ ശക്തമായിരുന്നുകൊണ്ടോ സാധിച്ചില്ല. വിഷമിക്കണ്ട. ഇന്നലെ അവരെ പറ്റിയില്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്നു മുതൽ നമ്മൾ ആരംഭിച്ചാൽ മതി. എത്ര വാർദ്ധക്യമുള്ളതായാലും ദുഃഖിക്കേണ്ടെന്നാണ് പറയുന്നത്. അവിടെ മുതൽ തുടങ്ങിക്കോളൂ നിങ്ങൾ. പൂർണ്ണം യതേത ന പതേതനുമൃത്യാവൻ നിശ്രേയസായ വിഷയ ഖലു സർവസസ്യാത്. വിഷയ ഖലു സർവസസ്യാത്. ഈ വിഷയഭോഗങ്ങൾ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യജീവിതം ഇതെല്ലാ ജീവജാലങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാണ്. വിഷയഭോഗ ലാലസന്മാരായി ജീവിക്കുന്നവരാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും. അതിന് മനുഷ്യൻ തന്നെ വേണമെന്നില്ല. മനുഷ്യൻ മാത്രമല്ലതുള്ളത്. വിഷയാഭിലാഷവും വിഷയങ്ങളിലുള്ളതായ പ്രത്യേകമായ താല്പര്യത്തോടെ ഓരോന്നും നേടാനും അതിൽ ആസ്വദിക്കാനുള്ളതായ വാസന ജന്തു സഹജമാണ്. പക്ഷെ അതിൽ നിന്നും വ്യതിരിക്തമായി മനുഷ്യനുള്ള ഒരു ഗുണമാണ് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊള്ളൂ. ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള അനവധി യാത്രകളുടെ ഒരു ചെറിയ പടവ് മാത്രമാണ് നമ്മൾ ഇതുപോലുള്ളതായ ഭഗവത്ഗീത ജ്ഞാനയജ്ഞം കൊണ്ടോ ഭാഗവത സപ്താഹയജ്ഞം കൊണ്ടോ ഇല്ലെങ്കിൽ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതുകൊണ്ടോ
മഹാപുരുഷന്മാരെ സന്ദർശിക്കുന്നുണ്ടോ, മഹത്വമുള്ളതായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും സ്വാധ്യായം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് നേടേണ്ടത് ഈ പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷം അഥവാ അപവർഗം ആണെങ്കിൽ അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കാൻ ബാധ്യസ്ഥരാണ് ചിന്താശീലരായ മനുഷ്യർ. കാണത്തില്ല നമ്മൾ വിചാരിക്കരുത്, അങ്ങനെ എവിടെയുണ്ട്. ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ തൊഴുന്നതാണോ മോക്ഷം എന്ന് ചോദ്യം വരണം, അതിരിക്കട്ടെ. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്താണ്. ഏത് കാര്യങ്ങൾ സത്കർമ്മങ്ങളിൽ ഇടപെടുന്നവരും ഇടപെടാൻ താല്പര്യമില്ലാത്തവരും ഒക്കെ കാണും. അത് ലോകത്തിൻ്റെ വൈവിധ്യത്തിലുള്ളൊരു കാര്യമാണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. നമ്മൾ ആരെയും ഇവിടെയും എല്ലാത്തിനും ഒരേ കാഴ്ചപ്പാട് ഇരുന്നാൽ മതി. സമത്വം യോഗം ഉച്ചതി എന്ന് പറയും പോലെ നമുക്കും ഈ ലോകത്തിലെ ജനങ്ങളോടെല്ലാം ഒരു സമത്വദർശനം വേണം. അതങ്ങനെ എന്താ ഒന്നുമില്ല. എന്ത് സംഭവിക്കുക, എന്ത് ചെയ്യാൻ നാട് ഈ കൂടെ വന്നിരിക്കുന്നു, എന്ത് ചെയ്യാനൊക്കും? നമ്മൾ ആരെങ്കിലും വിചാരിച്ച് ആരെങ്കിലും നിയന്ത്രിക്കാനൊക്കും? ഈശ്വരൻ പോലും ഇവരുടെ മുമ്പിൽ തോറ്റിരിക്കുക. കുറച്ച് സമയത്ത് നമ്മളോട് തോറ്റിരിക്കുന്നവർ ആരും ഇത്രയേ ഉള്ളൂ. ആരുടെയും കുറ്റമല്ല. ഈശ്വരൻ അനുഗ്രഹിച്ച് ഇത് ഭ്രാന്തമാവാതിരിക്കട്ടെ, സമയം തീരും വരെ. ഇത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാനുള്ളത്. നമ്മൾ ഒരു പക്ഷേ ഇവിടെ ഒരു ബഹളം ഉണ്ടായാൽ തന്നെ എന്ത് ചെയ്യണം? ശാന്തമായി നമ്മൾ അങ്ങ് എഴുന്നേച്ചാൽ മതി. അതങ്ങ് പൊയ്ക്കോളും പോകേണ്ട വഴിക്ക്. കുറച്ച് നേരം ഇവിടെ ഒരു കുഴപ്പമുണ്ടാകട്ടെ. അല്ല, ഇപ്പം എന്താ ചെയ്യുക? ഞാനിത് പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം മനുഷ്യജന്മത്തിൻ്റെ പരമലക്ഷ്യമായിരിക്കുന്ന ഈ ശ്രേയോമാർഗത്തിലുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഈ യജ്ഞങ്ങളെല്ലാം നടത്തുന്നത്. ഇപ്പോൾ ഗീതയിൽ നമ്മൾ ഈ അധ്യായം തുടങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞു ഭഗവാൻ ലോകാരംഭത്തിൽ തന്നെ ഇവിടെ 2 പ്രധാന മാർഗങ്ങൾ എന്നാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ജ്ഞാനമാർഗം, 2 കർമ്മമാർഗം. ലോകേസ്മിൻ ദ്വിധാനിഷ്ഠ പുരാപ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അധികാരഭേദമനുസരിച്ച് പറഞ്ഞു കൊടുത്ത ആ കാര്യങ്ങളിൽ കർമ്മയോഗ പ്രാധാന്യം ആണ് ഈ അധ്യായത്തിൽ പ്രാധാന്യം വിവരിച്ചു വരുന്നത്. അങ്ങനെ വിവരിച്ചു വന്ന് നമ്മൾ അവസാനമായി ഭഗവാൻ അർജുനോട് പറഞ്ഞതെന്താണ്? അർജുന, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മ സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അർജുന, ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് ഭയാവഹ സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ശ്രദ്ധിച്ച് കേൾക്കൂ നിങ്ങൾ. പരധർമ്മം ഭയാവഹമാണ്. ആദ്യം ഓർത്തു നോക്കൂ. സ്വധർമ്മം എന്തെങ്കിലും കുറച്ച് ശ്രേഷ്ഠത കുറവാണെന്ന് മറ്റുള്ളവർ കണ്ടാൽ പോലും അവനവന് ചെയ്യേണ്ടതായി വന്നിരിക്കുന്ന കർമ്മങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കാര്യം കർമ്മ. ഇതിലങ്ങനെ പ്രയോഗമുണ്ട്. നൈമിത്യമായി വന്നുകൂടുന്ന കർമ്മങ്ങൾ. ഇത് ആരായാലും അവരോട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ചെറിയ ഇത്തിരി മോശമായ ജോലിയെന്ന് മറ്റൊക്കെ തോന്നുന്നതായിരിക്കട്ടെ. ആണെങ്കിൽ പോലും അർജുന, അത് നീ ഭംഗിയായിട്ട് ചെയ്യുക, ആത്മാർത്ഥത്തോടെ ചെയ്യുക. അതിൽ യാതൊരു കളങ്കവും വരുത്തുന്ന നിഷ്കളങ്കമായി ആ കർമ്മം എത്രമാത്രം സംശുദ്ധമായി ചെയ്യാമോ അത് ശ്രേഷ്ഠം തന്നെയാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് നീ കാണുന്ന ഏതെങ്കിലും മറ്റുള്ളവരുടെ ധർമ്മമുണ്ടല്ലോ, അത് നീ ചെയ്യാൻ പോയാലോ? അതിന് പറയുന്ന പേരാണ് തനിക്ക് അർഹതയില്ലാത്ത, തന്നെ നിയോഗിച്ചിട്ടില്ലാത്ത അന്യധർമ്മങ്ങളിലേക്ക് നമ്മൾ ചണ്ടിയാടുമ്പോൾ അതിൻ്റെ പേരാണ് പരധർമ്മം. സ്വധർമ്മമാണ് ശ്രേയസ്. അത് നീ ചെയ്യണം, ചെയ്യേണ്ടതുമാണ്. പരധർമ്മത്തിൽ പോയാൽ ഭയാവഹമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചില ഉദാഹരണങ്ങളെ കൊണ്ട് ഈ ശ്ലോകം വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരട്ടെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം അർജുനൊരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഭഗവാനെ കാര്യമെങ്കിൽ ഈ അത്യന്തം നീചമായ കർമ്മങ്ങളിലേക്ക്, പാപകർമ്മങ്ങളിലേക്ക് നമ്മളെ വലിച്ചിഴയ്ക്കുന്നത് എന്താണ്? ഭഗവാൻ ഉത്തരം പറഞ്ഞു. ഭഗവാൻ എന്താ ഉത്തരം പറഞ്ഞത്? മറ്റാരുമല്ല, പിന്നെ ആരാണ്? കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ
വിദ്ധി ഏനമിഹ വൈരിണം. കാമവും കാമത്തിൽ നിന്ന് ഉത്ഭൂതമാവുന്ന ക്രോധവും, അതും രജോ ഗുണസമുദ്ഭവ കാമാന്ന് ആ ശ്ലോകത്തിൽ പ്രയോഗങ്ങളുണ്ട്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ. എന്താണ് രജോ ഗുണസമുദ്ഭവ എന്ന് എടുത്തു പറയാൻ കാര്യം? കാമം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം നമ്മൾ പല ദിവസം പറഞ്ഞ് ഓർത്തു വെക്കണം. ഒരു ധാരണാപശകാരം വരുന്ന വാക്കിൽ ആഗ്രഹം എന്നല്ലാതെ തന്നെ ഒരു വേറെ അർത്ഥവുമില്ല. ഏത് വിഷയത്തിൽ ആഗ്രഹം ഉണ്ടായാലും അത് കാമത്തിൻ്റെ പട്ടികയിലാണ് പെടുന്നത്. ആ കാമം സാത്വിക ഗുണങ്ങളിലും ഉത്ഭൂതമാകുന്ന കാമങ്ങളും നമുക്ക് നമ്മൾ ജീവിക്കുമല്ലേ മനുഷ്യരെല്ലാം. നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകും. ആവശ്യം വേണ്ട പല വിഷയങ്ങളിലും പലതും നേടിയെടുക്കാനും പല ആചരണങ്ങൾക്കുള്ളതായ പല കാമങ്ങളും സാത്വിക ബുദ്ധിയോടെ ധർമ്മബുദ്ധിയോടെ ലക്ഷ്യബോധം തെറ്റാതെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന പല വാസനകളും കാമങ്ങളിലാണ്. അത് സാത്വിക ഗുണത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കാമമാണ്. അത്തരം കാമങ്ങൾ കൊണ്ട് നമുക്ക് ദോഷമൊന്നും വരില്ല. കാര്യം എന്താണ്? ആ കാമങ്ങൾ പ്രവൃത്തി ചെയ്ത് നേടിയാലും ഒരു പക്ഷേ നേടിയില്ലെങ്കിലും പോലും നമ്മളുടെ മനസ്സ് വല്ലാണ്ട് ചഞ്ചലപ്പെട്ട് പതിച്ചു പോകും. നേടിക്കഴിഞ്ഞാൽ തുള്ളിച്ചാടി ഞാൻ നേടിയെന്ന് മനസ്സിങ്ങനെ വിജൃംഭണമായിട്ട് പോകില്ല. അത് നേടിയെടുക്കാതിരുന്നാൽ ദുഃഖിച്ച് കാണു വീഴുകയില്ല. മറിച്ച് രജോ ഗുണസമുദ്ഭവമായ കാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിങ്ങനെ തിളച്ച് നിൽക്കുക. തിളച്ച് നിൽക്കുന്ന എണ്ണയ്ക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ, കുമ്മളുകളൊക്കെ ഇങ്ങനെ ചാടി ചാടി വരിക. പുറത്ത് പോയി ചാടിക്കോളാൻ വയ്യ. അങ്ങനെ ചാടാൻ നിൽക്കുന്ന ഒരു വ്യഗ്രതയോടുകൂടി ഇരിക്കുന്ന വാസനകൾ ഇങ്ങനെ തിളച്ചു വരുന്ന ഒരു മനസ്സിൽ അവൻ എന്തെങ്കിലും വിഷയത്തിൽ ചെന്ന് പറ്റി ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് അർഹതയുള്ളതാണോ അത് ചിന്തിക്കുന്നില്ല. തൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഉപകാരപ്രദമാണോ അതും ചിന്തിക്കുന്നില്ല. ഇതൊന്നുമില്ലാതെ അതിൻ്റെ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ കണ്ടിട്ട് ഇത് ലൗകികമായ ഉന്നമനത്തിന് നല്ലതാണ് എന്ന് ധരിച്ച് നേടിയെടുക്കാൻ വേണ്ടി എടുത്തു ചാടി അത്യധ്വാനം ചെയ്തു. ആ കാമത്തിൻ്റെ പേരാണ് രജോ ഗുണസമുദ്ഭവമായ കാമം. അതിന് വരാവുന്ന ഫലം എന്താണ്? ഒരു പക്ഷേ ആഗ്രഹം ആ കാമം പൂർത്തീകരിച്ചു എന്നിരിക്കട്ടെ, നേടിയെടുത്താൽ പോലും അവൻ തറയെ നിൽക്കാതെ തുള്ളിച്ചാടി മനസ്സിൻ്റെ സമനില വിട്ട് അപ്പോഴും പരിഭ്രാന്തനായി ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. അവൻ്റെ മനസ്സിൻ്റെ സമനില എന്ന് പറയുന്ന യോഗബുദ്ധി നഷ്ടപ്പെട്ട് ഈശ്വരങ്കൽ ഒരു സമർപ്പണ ബുദ്ധി ഉള്ളത് ഇല്ലാതായി. കാര്യം എൻ്റെ കേമത്വം കൊണ്ട് എൻ്റെ കഴിവുകൊണ്ട് ഒക്കെ ഞാനിത് നേടിയെടുത്തിട്ടുള്ള അഹംബുദ്ധിയും അതിനോടുള്ള മമതാബുദ്ധിയും എപ്പോഴും ഞാൻ ചേർന്ന് അതിൽ ഇങ്ങനെ അമിതമായി ആഹ്ലാദിച്ച് ഇങ്ങനെ തുള്ളിച്ചാടുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അത് നേടിയെടുത്താൽ കിട്ടുന്നത്. ഒരു പക്ഷേ അത് നേടിയില്ലെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള ലോഗുണ സമുദ്ഭവമായ ഒരു കാമം കൊണ്ട് പുറപ്പെട്ടാൽ അത് നേടിയെടുത്തില്ല എന്നിരിക്കട്ടെ, എന്താ ഫലം? നേടിയെടുത്തില്ലെങ്കിൽ നേടാനൊക്കാതെ വന്നതായ ഘടകങ്ങളോടോ അതിനുവേണ്ടി നമുക്ക് വിപരീതമായി പ്രവർത്തിച്ച വ്യക്തികളുണ്ടെങ്കിൽ വ്യക്തികളോടോ പിന്നെ ക്രോധമാണ്. കാമത്തിലുടനെ റെക്കാർഡ് തിരിച്ചു വെക്കുമ്പോൾ പ്ലേറ്റ് മരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ പേരാണ് ക്രോധം. താങ്ങാൻ വയ്യാത്ത ക്രുദ്ധഭാവം. എന്തുവരെ ചെയ്യാൻ ഈ കാമത്തിൽ നിന്നും ക്രോധം തയ്യാറെടുക്കും. അതുകൊണ്ടാണ് രജോ ഗുണ സമുദ്ഭവ കാമഹ ക്രോധ. ഇതാണ് സകല നശീകരണ പ്രവൃത്തികളും ചെയ്യുന്നത്. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ മഹാ അശനോ. എത്ര ഭക്ഷിച്ചാലും അടങ്ങാത്ത അഗ്നി പോലെ അശനനാണവൻ. അശൻ എന്നുള്ള വാക്കിനടുത്തൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ച് ഓർമ്മ വേണം. ഞാൻ അതിനോട് ബന്ധിച്ചിനി കൊണ്ട് നമുക്ക് 2-3 ശ്ലോകങ്ങളല്ലേ ഉള്ളൂ ആ ഭാവം ഉറപ്പിക്കാൻ വേണ്ടി. മഹാ അശന, മഹാഭക്ഷകനാണ്, അഗ്നി പോലെയാണ്. തീ ചേർന്നുണ്ടെങ്കിൽ വിട്ടുകൊടുത്താൽ തീ മതിയെന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇത്രയും ഞാൻ എരിഞ്ഞു മതി. നമ്മൾ 10 കൊട്ട കരിയില കൊണ്ടിട്ടു, തീയിട്ടു, കുറെ നേരം കൊണ്ട് കത്തിയിരിഞ്ഞു, വലിയ ആളിക്കത്തി ചാമ്പലായി. വീണ്ടും കൊണ്ടുവന്നൊരു 10 കൊട്ട ഇട്ട് കൊടുത്തു, ഒരു വിഷമവുമില്ല. ഒരു നാട് മുഴുവൻ കത്തിക്കാൻ ഒരു തീപ്പെട്ടിക്കോല് കൊടുത്താൽ മതി. ഈ ലോകം മുഴുവൻ കത്തിത്തീർന്നാലും ഈ അഗ്നിക്ക് മതിയാവില്ല. അതാണ് അഗ്നിയുടെ സഹജ സ്വഭാവം. അതാണ് അഗ്നി സർവഭക്ഷകനാണെന്ന് പറയുന്നത്. ഇതുപോലെയാണ് ഈ കാമം. കാമം സർവഭക്ഷകനാണ്.
വിശേഷിച്ച് രജോഗുണ സമുദ്ഭവ കാമ. അതുകൊണ്ട് ഈ കാമമാണ് ജ്ഞാനമാർഗത്തിൽ ഈശ്വരാവബോധത്തിന് വേണ്ടി ശ്രമിക്കുന്ന മാർഗം ഏതു തന്നെയായാലും അതിനെതിരായി നിങ്ങളെ വലിച്ചെടുക്കുന്ന ബീജരൂപമായ ഈ കാമമുള്ള ഈ ആഗ്രഹം ഇത് തന്നെയാണ് പാപത്തിന് കാരണമായി നിൽക്കുന്നത്. അതിനാ നീ ചോദിച്ചല്ലോ, ഇല്ലാത്ത ആഗ്രഹിക്കാത്ത ദുഷ്കർമ്മങ്ങളിലേക്ക് ആരെയും പ്രേരിപ്പിക്കുന്ന ഘടകം എന്ത്? അതെവിടെ നിന്ന് വരുന്നു? ഈ കാമത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. കാമേഷ ക്രോധേഷ രജോഗുണ സമുദ്ഭവ മഹാശനോ മഹാപാത്മ വിദ്ധി ഏനമിഹ വൈരിണം. ഈ ജ്ഞാനമാർഗത്തിൽ ഈ കാമം ഇതിന്റെ ശത്രുവാണ്, നീ അറിഞ്ഞുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കാമം ഓരോരോ തരത്തിലും എങ്ങനെയാണ് മറഞ്ഞ് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അടുത്ത ശ്ലോകം കൊണ്ട് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുക. ധൂമേന ആവ്രിയദേവന്യഹി എന്തോ യഥാദർശോ മലേനച യഥോ ഉൽബേന ആവൃതോ ഗർഭ. 3 ഉദാഹരണം അവിടെ പറഞ്ഞു. എന്തൊക്കെയാണത്? അഗ്നിയെ ധൂമം കൊണ്ടും, കണ്ണാടിയെ അഴുക്കൊണ്ടും, ഗർഭസ്ഥ ശിവനെ ഉൽപ്പം കൊണ്ടും എങ്ങനെയാണോ മൂടിയിരിക്കുന്നത്, ഇതുപോലെ മറന്നുപോരുത് ബുദ്ധിയിലും മനസ്സിലും ഇന്ദ്രിയങ്ങൾ. അതാ എൻ്റെ ക്രമം. മനസ്സിൽ മൂടിയിരിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ്, ബുദ്ധിയിൽ മൂടിയിരിക്കുന്ന ധൂമത്തിന് ഉദാഹരണമായിട്ടാണ് ആദ്യത്തെ ഉദാഹരണം വരുന്നത്. അപ്പോൾ ബുദ്ധിയെ മറച്ചിരിക്കുന്ന കാമവാസനകൾക്ക് ഉദാഹരണമാണ് ഗീതയിലൂടെ കൊടുത്തിരിക്കുന്ന ധൂമേന ആവ്രിയതേ വന്യഹി യഥാദർശോ മലേനച. മനസ്സിലുണ്ടാവുന്ന കാമങ്ങളെ ഉദാഹരണമാണ് മറ്റേത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താണ്? യഥോ ഉൽബേന, ഇന്ദ്രിയ തലത്തിലുള്ള കാമങ്ങൾ. ഗർഭസ്ഥ ശിശുവിനെ ഉൽപ്പം മുന്നീർക്കുടം എങ്ങനെയാണോ മറച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ ഇതെല്ലാം മാറി പുറത്തു വന്നിട്ട് വേണം നമുക്ക് എന്തനുഭവിക്കാൻ? ജ്ഞാനമാർഗത്തിലേക്ക് നമ്മുടെ സഞ്ചാരം മുന്നോട്ട് കൊണ്ടുപോകാൻ. യഥോൽബേന ആവൃതോ ഗർഭ തഥാ തേനേതമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ. ഇങ്ങനെ മറച്ചിരിക്കുന്ന ജ്ഞാനത്തെ മറച്ചിരിക്കുന്ന ഈ വൈരിയുണ്ടല്ലോ, ഇയാൾ നിത്യവൈരിയാണെന്ന് അറിഞ്ഞുകൊള്ളൂ. ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ. എല്ലാ ജ്ഞാനമാർക്കും നിത്യവൈരിയാണ് ഈ കാമം എന്ന് ആവർത്തിച്ച് പറഞ്ഞു ഭഗവാൻ ഉറപ്പിക്കുക. കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേനച്ച. കാമരൂപത്തിൽ വരുന്ന ഇത് അനലേന ദുഷ്പൂരേണ, അഗ്നിയെപ്പോലെ എത്ര എടുത്തുകാലും ഇത് പൂരിപ്പിക്കാനൊക്കത്തില്ല, പൂർണ്ണമാക്കാനൊക്കാത്ത സർവഭക്ഷനായ അഗ്നിക്ക് സമമായി കാമമാണ് നമ്മളുടെ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ ശത്രുവിനെ നമുക്കൊന്ന് ഉച്ചാടനം ചെയ്യുക, നിഗ്രഹിക്കുക, അല്ലാതെ മാർഗമില്ലല്ലോ. അപ്പോൾ ആ ശത്രു കാമം ഇരിക്കുന്നത് എവിടെ എന്നൊരു സംശയം വന്നപ്പോഴാണ് അവിടെ ഭഗവാൻ പറയാൻ തുടങ്ങി. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനമുച്യതേ. അർജുന, ഇത് വേറെങ്ങുമല്ല ഇരിക്കുന്നത് ഈ കാമം. പിന്നെ എവിടെയാണ്? ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളിൽ, മനോബുദ്ധി, മനസ്സില് ബുദ്ധി. നമ്മുടെ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ് ഈ കാമം എന്ന് പറയുന്ന ശത്രു താളമടിച്ചിരിക്കുന്നത്. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനമുച്യതേ ഏതേരു വിമോഹേത്യേഷ ജ്ഞാനമാവൃത്യദേഹിനം. ഈ ദേഹിയെ മറച്ചുകൊണ്ട് ഈ കാമം കുടികൊള്ളുന്നത്, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന എവിടെയാണ്? ഈ 3 ഇടങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാമത്തെ ശത്രുവിൻ്റെ താവളം കണ്ടിട്ട് വേണമല്ലോ ആക്രമിക്കാൻ. ഇതിൻ്റെ താവളം കണ്ടുപിടിച്ചിട്ട് ഇതിനെ നമ്മൾ ഉച്ചാടനം ശ്രമിക്കണം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാന ഉച്യതേ ഏതേരു വിമോഹയത്യേഷ ജ്ഞാനമാവൃത്യദേഹിനം തസ്മാത്. അതുകൊണ്ട് അർജുന, ത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ. ആദ്യമേ നിന്റെ ഇന്ദ്രിയങ്ങളെ, ബാഹ്യങ്ങളായ ലോകത്തെ നമ്മളെ കാട്ടിത്തരുന്ന ഇന്ദ്രിയങ്ങളാണല്ലോ, അതിന്റെ പിന്നിൽ പ്രേരണയായിട്ട് നിൽക്കുന്ന മനസ്സും ബുദ്ധിയും ഉണ്ടെങ്കിലും ഈ ഇന്ദ്രിയങ്ങളെ തന്നെ ആദ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കും. എന്താണ് ഇന്ദ്രിയങ്ങളെ ശ്രമിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്ന് കണ്ടായാലും കേട്ടായാലും തൊട്ടായാലും മണത്തായാലും എങ്ങനെയായാലും അറിഞ്ഞാൽ അതിൽ നമ്മുടെ ഇന്ദ്രിയം വിഷയങ്ങളുമായി ബന്ധിക്കുമ്പോൾ, അഥവാ ഗുണേഷു
വർത്തന്തി എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? ഈ ഗുണങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള സംബന്ധം ഉണ്ടാകുമ്പോൾ സ്വയം അവരവർ ആലോചിക്കണം, ഇതെനിക്ക് ആവശ്യമുള്ളതാണോ ഇല്ലാതാണോ. അല്പസമയം വിളിച്ച് വേണ്ടാത്തതിനെ കണ്ടോട്ട് അപ്പോഴേ നമ്മുടെ കണ്ണിനെ പിൻവലിക്കാം. കണ്ണിനെ പിൻവലിക്കാവുന്നതാകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഉടനെ ഇവിടെ നിന്ന് മാറി തിരിഞ്ഞു നിൽക്കണ്ട. കണ്ണിനെ അങ്ങ് സ്വയം നമുക്ക് വിഡ്രോ ചെയ്യാനും. അങ്ങനെ ഓരോട് നമുക്ക് ആവശ്യമില്ലാത്ത കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വഴിയെ പോകുമ്പോൾ പലതും നമ്മൾ കണ്ടെന്ന് വരും. കാണുന്നതെല്ലാം നമ്മൾ ഉൾക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാനൊക്കും. കേൾക്കുന്ന ശബ്ദങ്ങളുടെ എല്ലാം പുറമെ പോകാനൊക്കും. കിട്ടുന്ന മണങ്ങളുടെ എല്ലാം നമുക്ക് ആസ്വദിക്കാനൊക്കും. വേണ്ടതിനെ മാത്രം സ്വീകരിക്കുക. അതാണ് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായി തസ്മാത്വം ഇന്ദ്രിയാണ്യാദോ നിയമ ഭരതർഷഭ പാപ്പാനം പ്രതീക്ഷിക്കണം ജ്ഞാനവിജ്ഞാനനാശനം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയാണി പരാണ്യാഹൂരിന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ഇത് കാര്യകാരണ ശൃംഖലയിലെ ഒരു പ്രത്യേക രീതിയിലുള്ളതായ വിശകലനമാണ് ഈ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, ഈ 3 ഇടങ്ങൾ കൂടിയാണ് നമ്മളിൽ എല്ലാ വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളിൽ രോഗമില്ല. ഇന്ദ്രിയങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കാൻ പ്രേരണ നൽകിക്കൊണ്ട് നിൽക്കുന്ന മനസ്സിന്റെ ബുദ്ധിയിലുള്ളതായ മനസ്സിന്റെ പിന്നിലുള്ളതായ ബുദ്ധിയും ഒക്കെ അതിന് പ്രേരണ നൽകിക്കൊണ്ട് നിൽക്കണം. ഇത് 3 കൂട്ടായി തന്നെയാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത്. എങ്കിലും ഇന്ദ്രിയങ്ങളാണല്ലോ ബാഹ്യമായിട്ട് പുറമേ ആദ്യം നിന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നത്. അതുകൊണ്ട് ഇതിൽ ശ്രേഷ്ഠം, ശ്രേഷ്ഠതരം, ശ്രേഷ്ഠതം എന്ന ഈ 3നെയും ഭഗവാൻ തിരിച്ചു വെച്ചിരിക്കുവാണ്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി. അർജുന, ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഈ ശരീരത്തെക്കാളും ബാഹ്യ വിഷയങ്ങളെക്കാളും ഈ ലോകത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സമസ്ത ലോകത്തെക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ ഭാവമാണല്ലോ ഈ അഖിലമായിരിക്കുന്ന ഈ അണ്ടത്തിൻ്റെ ഒരു ചെറുതാണ് നമ്മുടെ ഈ പിണ്ടാണ്ഡം, ഈ ശരീരം. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ഒരു ചുരുങ്ങിയ രീതി തന്നെയാണ് വാസം നമ്മുടെ ഈ ശരീരം. അപ്പോൾ ഈ പിണ്ടാണ്ഡം എന്ന് പറഞ്ഞ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് നമുക്ക് തോന്നുമെങ്കിലും ഇന്ദ്രിയങ്ങൾ ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട്? ഇതെല്ലാം കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചും ഇതിനെ അറിഞ്ഞുകൊണ്ട് ഈ സംവേദനങ്ങളെല്ലാം നടത്താൻ പ്രേരകമായി നിൽക്കുന്ന ഇന്ദ്രിയങ്ങൾ ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് അർജുന. ഇനി ഇന്ദ്രിയങ്ങൾക്ക് സജീവത്വം നൽകിക്കൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ ശേഷി നിൽക്കൊണ്ട് അതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയില്ല. എത്രയോ തെളിവുകളുണ്ട്. ശകുന്തള ഇരിക്കുമ്പോൾ അതിലേക്കൂടെ വന്ന കാഴ്ച പോലും ശകുന്തള കണ്ടോ? നമ്മൾ പറഞ്ഞു കേട്ട വിശേഷപ്പെട്ട ഒരു കഥയിലെ ഒരു ഭാഗമാണല്ലോ. ശകുന്തള ഏകാന്തമായിട്ടിരുന്ന് ദുഷ്യന്തനെ മാത്രം മനസ്സിൽ ചിന്തുകൊണ്ട് കണ്ണും തുറന്നിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ എന്തെല്ലാം വന്നുപോയി. എന്തെങ്കിലും കണ്ടോ ശകുന്തള? കണ്ണ് തുറന്നിരുന്നതല്ലേ. എന്താ കാരണം? ആ മനസ്സിന്റെ പ്രവർത്തനം ഈ ഇന്ദ്രിയവുമായിട്ട് ബന്ധപ്പെടുത്താതെ മാറി. അപ്പൊ മനസ്സുമായി ബന്ധപ്പെട്ടെങ്കിലേ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം നടക്കൂ. അതുകൊണ്ട് മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി ഇന്ദ്രിയങ്ങൾ മനസ്സ് പ്രവർത്തിക്കണമെങ്കിലോ മനസ്സിന്റെ സങ്കല്പ വികല്പാത്മകമായിരിക്കുന്ന പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ടും അതിനു വേണ്ടതായ ഊർജം പകർന്നുകൊണ്ടും അതിനും സൂക്ഷ്മമായി നിലകൊള്ളുന്ന ഘടകമാണ് ബുദ്ധി. അപ്പോൾ ഈ ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി. ആ ബുദ്ധിക്കും അപ്പുറത്ത് യോ ബുദ്ധേ പരതസ്തു സഹ. ആ ബുദ്ധിക്കും അപ്പുറത്ത് ബുദ്ധി ഉൾപ്പെടെ ഉള്ള എല്ലാറ്റിനും ഊർജ സ്രോതസ് പകർന്നുകൊണ്ട് അതിനെയെല്ലാം സജീവത്താക്കിക്കൊണ്ട് യാതൊരു അനന്ത ശക്തിയാണോ പ്രവർത്തിക്കുന്നത്. അതാണ്
അഖണ്ഡമായ ബോധവസ്തു അഥവാ പരമാത്മ. കേൾക്കുമ്പോഴൊക്കെ ഭംഗിവാക്കളായിട്ട് തോന്നും. രണ്ടിന്റെ അനുഭവമില്ലാത്ത ഒരു ജ്ഞാനം ഒരാൾക്കുണ്ടാകാനൊക്കും. ചുമ്മാ ഇരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചു നോക്കണം, എങ്കിലേ ഇതിന് ആശയം അവരവർക്ക് തെളിഞ്ഞു വരത്തുള്ളൂ. നമുക്ക് കുറഞ്ഞത് രണ്ടില്ലാത്ത ഒരറിവ് നമുക്കുണ്ടോ? ഏതെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുക. പക്ഷേ ബോധം നിരപേക്ഷമായി തെളിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ബോധം നിരപേക്ഷമായി തെളിഞ്ഞ് അനുഭവയോഗ്യമാകുമ്പോൾ ഒരു ബ്രഹ്മനിഷ്ഠന്റെ അനുഭവമാണ് ഈ പറയുന്നത്. എന്താണ്? ജ്ഞാനം അദ്വയം, രണ്ടിന്റെ അനുഭവമില്ലാത്ത ആ ജ്ഞാനം, ആ അഖണ്ഡമായ ബോധവസ്തുവിനെ പല മഹാത്മാക്കളും പല പേരും ചൊല്ലി വിളിക്കുന്നു. ഭാഗവതോടെ പറയുന്നു, ബ്രഹ്മേതി ബ്രഹ്മ ഇതി ബ്രഹ്മമെന്നും, പരമാത്മേതി പരമാത്മാ ഇതി പരമാത്മാവെന്നും പോരാ, ഭഗവാനിതി ശബ്ദത്തെ ഭഗവാൻ നോക്ക് അതിനെ പറയുന്നു. അപ്പോൾ ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കണ്ട, അതിന്റെ ആ സ്വഭാവം അനുസരിച്ച് പേര് കൊടുത്തിരിക്കുകയാണ്. ബ്രഹ്മതേ ഇത് ബ്രഹ്മ, സർവത്ര നിറഞ്ഞ അഖണ്ഡ ബോധം. ഈ പ്രപഞ്ചാകാരേണിയല്ല, അതിനും അപ്പുറത്ത് അകവും പുറവും നീങ്ങി തിറഞ്ഞു വിളിച്ചുകൊണ്ട് അതിന് വന്ന പേരാണ് ബ്രഹ്മം. അത് ഏതൊന്നിനും ഗോപ്യമായ ഉള്ളിന്റെ ഉള്ളിൽ ജ്ഞാനരൂപത്തിൽ വിളങ്ങിയിരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യശക്തി പരമത്തിനും ആത്മാവായി നിൽക്കുന്നുണ്ട്. പരമാത്മാവ് ഇങ്ങനെ പേരുകൾ പലതും വന്നേ ഉള്ളൂ. ഭഗവാൻ, ഭഗങ്ങൾ ഉള്ളത് കൊണ്ട് ഭഗവാൻ, ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ. പേരുകൾ ഏത് പറഞ്ഞാലും വസ്തു മാറ്റമില്ല. വെള്ളമെന്ന് പറഞ്ഞാലും കൊള്ളാം, തണ്ണി എന്ന് പറഞ്ഞാലും കൊള്ളാം, വാട്ടർ എന്ന് പറഞ്ഞാലും കൊള്ളാം, ഇനി ഏത് ഭാഷയിൽ ഏത് പേര് പറഞ്ഞാലും കൊള്ളാം. സാധനത്തിന് മാറ്റം വല്ലതും ഉണ്ടോ? ഇതുപോലെ ഈശ്വരന്റെ മാറ്റവുമില്ല. ഈശ്വരൻ ഒന്നല്ലാതെ രണ്ടില്ല. ഒന്നാണിതൊക്കെയും, പിന്നൊന്നുകൂടിയില്ല ഈ ലോകത്തൊന്നും എന്നറിയുന്ന അറിവാണ് യഥാർത്ഥ അറിവ്. പക്ഷേ അതറിഞ്ഞവര് പോലും ഈ ലോകത്ത് ഭ്രമത്തിലാണ് ജീവിക്കുന്നത്. ഒന്നാണിതൊക്കെയും, ശ്ലോകം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പിന്നെ ഒന്നുകൂടിയില്ല എന്ന് അറിഞ്ഞവരും ഈ ലോകത്തിൽ കണ്ടതിലൊക്കെ ഭ്രമിച്ച് ജീവിക്കുന്നല്ലോ. ഇതാണ് മായയുടെ ശക്തി. നമ്മളെ എപ്പോഴും വിഘടിപ്പിച്ചുകൊണ്ടേ പോകും. മായയുടെ ശക്തി ഇതാണ്. അപ്പൊ മായാതീതനായ മായാനാഥനായ ഭഗവാനെ സമാശ്രയിച്ച് തിരിച്ചു കൊണ്ടുവരണം ബുദ്ധി. ഈ ഏകത്വം അനുഭവിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരണം. അതാണ് നമ്മൾക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ കർമ്മരങ്ങളും നമ്മൾ നിൽക്കുമ്പോഴും ഈ ഭഗവത് ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച്, പൂർണ്ണമായി വിശ്വസിച്ച് അതിനെ തെളിയിച്ചെടുക്കാൻ വേണ്ടി നമ്മളുടെ കർമ്മങ്ങളെല്ലാം സർവത്ര ഭഗവത് ഉന്മുഖമായി മാറ്റിയെടുക്കണം. ഇവിടെ പറഞ്ഞുകൊണ്ടുവന്ന ശ്ലോകത്തിലെ ആ താരതമ്യഭേദം നിങ്ങൾ മനസ്സിലാക്കുക. ശരീരത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയം, അതിനേക്കാൾ ശ്രേഷ്ഠം മനസ്സ്, അതിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി. അതിനും അപ്പുറത്ത് യാതൊന്നുണ്ടോ? അതിനെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന ഒന്നുണ്ട്. അത് പരമാത്മാവാണ്, ബ്രഹ്മമാണ്. ഇന്ദ്രിയാണി പരാണ്യാഹൂ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. ആ ബുദ്ധിക്കും അപ്പുറത്ത് ചഞ്ചലമായി, ഇതിനെല്ലാം അധിഷ്ഠാനമായി, എവിടെയും ഒരു മാറ്റവുമില്ലാതെ വിലസുന്ന ആ ആത്മചൈതന്യം, ഇതാണ് നമുക്ക് അനുഭവിച്ചറിയേണ്ടതായ അന്തിമമായ വസ്തു. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശോകവുമില്ല, ഒരു മോഹവുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ ഒന്നുമില്ല, ഇനി ഒരാശയും ബാക്കിയില്ല, ഒരാളിനോടൊരു വെറുപ്പില്ല, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. എന്താണ് നമ്മൾ പലപ്പോഴും പറയാനുള്ള ആവർത്തിക്കാൻ കൃത്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. പ്രാപണീയം പ്രാപ്തം, നേടേണ്ടത് നേടി. എന്താ നേടേണ്ടത്? ഈ അദ്വൈത ജ്ഞാനം, ഈ ബോധമാണ്. ഇത് നേടിയെടുത്തു. ഇനി എനിക്കെന്താണ്? ഇനി ചെയ്ത് നേടാനായിട്ടൊന്നുമില്ല. ഭഗവാന്റെ കാര്യം പറയത്തില്ലേ, ചെയ്യാറുന്നൊന്നും നഷ്ടപ്പെടാനും ഒന്നുമില്ല. ആ അവസ്ഥയിൽ എത്തിക്കഴിയാൻ ഇന്ദ്രിയാണി പരാണ്യാഹൂ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. അപ്പോൾ നമ്മളിവിടെ ഇതൊരു കാര്യകാരണ ശൃംഖലയാണെന്ന് ഓർമ്മ വേണം. എന്താണ്? ഇവിടെ 4 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഇന്ദ്രിയങ്ങൾക്ക് അവിടെ തുടങ്ങാം. അതിനുശേഷമാണ് മനസ്സ്. ഇന്ദ്രിയേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിന്റെ പിന്നിൽ ഇന്ദ്രിയങ്ങൾക്ക് പിന്നിൽ കാരണമായി നിൽക്കുവാണ് മനസ്സ്. മനസ്സ്
ഉണ്ടെങ്കിലേ ഇന്ദ്രിയം ഉള്ളൂ. മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ നിഷ്പ്രഭമാണ്. അപ്പൊ മനസ്സ് കാരണവസ്തുവാണ്, ഇന്ദ്രിയങ്ങൾ അവിടെ എന്തുവാ? കാര്യമാണ്. ഇനി മനസ്സ് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിന് പിന്നിൽ കാരണമായി നിൽക്കുന്നതാണ് ബുദ്ധി. അപ്പൊ ബുദ്ധി കാരണമായപ്പോൾ മനസ്സ് കാര്യമായി. മനസ്സിലാകുന്നു ആവും. മനസ്സ് കാര്യം ആയപ്പോൾ ബുദ്ധി കാരണം. മനസ്സ് കാരണമായപ്പോൾ ഇന്ദ്രിയങ്ങൾ അതിന് കാര്യമായി. അപ്പൊ കാര്യകാരണ ശൃംഖലയിൽ കാര്യം സൂക്ഷ്മം അല്ല, കാരണം സൂക്ഷ്മം, കാര്യം സ്ഥൂലം. സൂക്ഷ്മമായ കാരണവസ്തുവിനാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായ നിലകളുള്ളത്. ആ ബുദ്ധിക്കും കാരണമായി നിൽക്കുന്നതാണ് പരമാത്മാവ്. പരമാത്മാവെന്ന് പറയുന്നത് ഇതിന് കാരണമെന്ന് മാത്രമല്ല, എല്ലാറ്റിനും കാരണമാണ്. അതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് പരമകാരണം. അതിന് കാരണമായി ഇനി മറ്റൊന്നില്ല. പരമാത്മാവിന് കാരണമായിട്ട് മറ്റൊന്നുമേ ഇല്ല. ഇപ്പൊ കാര്യകാരണ ശൃംഖലയിൽ നമ്മൾ ഇങ്ങനെ ഒന്നിനെ കാര്യം കാരണം എന്ന് നോക്കുമ്പോൾ ഓരോ ഭൗതിക വസ്തുക്കൾ നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാം. ഉദാഹരണം, നമ്മുടെ ഈ മുണ്ട് അല്ലെങ്കിൽ ഈ വസ്ത്രം, ഇതിന് കാരണം എന്താണ്? ഇതിൽ നെയ്തിരിക്കുന്ന നൂലാണ് അല്ലേ? നൂലെന്ന് പറയുന്ന കാരണമില്ലെങ്കിൽ മുണ്ടെന്ന് പറയുന്ന കാര്യമില്ല. ഇനി നൂലിനെന്താ കാരണം? നൂലിന്റെ പിന്നിൽ നൂലുണ്ടാവാൻ പഞ്ഞി വേണം അല്ലേ? പഞ്ഞി എവിടെ കാരണമാണ്, നൂലോ കാര്യമാണ്. പഞ്ഞി ഇല്ലയോ നൂലില്ല. മറക്കരുത്, ബന്ധം അങ്ങനെയാണ്. കാരണമില്ലയോ കാര്യമില്ല. മനസ്സിലായല്ലോ? നൂലില്ലയോ മുണ്ടില്ല. അവിടെ നൂല് കാരണം, മുണ്ട് കാര്യം. ഇപ്പൊ കാര്യകാരണ ശൃംഖലയിൽ കാര്യമാണ് ഈ സത്യത്തിനോട് അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ എല്ലാ വസ്തുക്കളുടെയും പിന്നിൽ പരമകാരണമായി നിൽക്കുന്നു ആര്? ജഗദീശ്വര സത്ത. ആ സത്ത അനുഭവം, അതിനെന്താ പേര് പറയുന്നത്? അതിനുണ്മയെന്ന് പറയാം, സത്യമെന്ന് പറയാം, ജ്ഞാനമെന്ന് പറയാം, ബോധമെന്ന് പറയാം, ബ്രഹ്മമെന്ന് പറയാം. എന്ത് പേര് പറഞ്ഞു വിളിച്ചാലും അഖണ്ഡമായി. എന്താ ഈ അഖണ്ഡം എന്നുള്ള ശബ്ദം കൂടെ ഇതിനെ ചേർക്കുന്നത്? അതിനൊരു മുറിവൊന്നിലുമില്ല. എങ്ങും ഒരു മുറിവില്ലാതെ നിറഞ്ഞ് തിങ്ങി നിൽക്കുവാണ്. ഈ ഇരിക്കുന്ന എന്നിലും നിങ്ങൾ ഓരോരുത്തരിലും ഈ ചൈതന്യം തന്നെ നിൽക്കുന്നു. അപ്പൊ നമ്മളുടെ ഇടയിലുള്ള വിടവിലോ അവിടെ ഇതേ ഉള്ളൂ. അത് മാത്രം സത്യമായിട്ടുണ്ട്. ഈ സത്യമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സത്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ത്രികാലത്തിനും ഉള്ളതെന്ന ആ വാക്കിനർത്ഥം. എപ്പോഴും ഏത് കാലത്തിനും ഉള്ളതായിരിക്കണം. അതായത് ജാഗ്രതയിലുണ്ടായിരിക്കണം, സുഷുപ്തിയിലുണ്ടായിരിക്കണം, പിന്നെ അതിനിടയ്ക്കുള്ളതായ സ്വപ്നത്തിലുണ്ടായിരിക്കണം. നമ്മളെല്ലാം ജാഗ്രതയിലുണ്ടല്ലേ? നമ്മളെല്ലാം ജാഗ്രതയിലുണ്ട്. സ്വപ്നം കാണുമ്പോഴും ഈ ഞാൻ വിശ്വനാഥൻ ഉണ്ട്, വിശ്വനാഥൻ സ്വപ്നം കണ്ടു അല്ലേ? സുഷുപ്തിയിൽ ഞാനുണ്ടോ? ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന അഹംഭാവത്തിലുള്ള ഞാനുണ്ടോ? പോകുന്നു. അപ്പൊ 3 കാലത്തും ഞാനില്ല. ഈ മൈക്ക് ഇതൊരു വസ്തുവായി, ഈ പുസ്തകം 3 കാലത്തിലുണ്ടോ? ഇല്ല. എന്നാൽ ഇതിലെല്ലാം 3 കാലത്തിലും ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഞാനെന്ന ബോധമുണ്ട്. മനസ്സിലാകുന്നുണ്ടാവുമല്ലോ? ഈ സ്ഥൂലമായി ബാഹ്യമായി കാണുന്ന വസ്തുക്കളൊന്നും ത്രികാലത്തിലും സത്യമല്ല. ഇതിന്റെ പിന്നിൽ, ഇതിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അഖണ്ഡ ബോധം ത്രികാലത്തിലും സത്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ സത്യം. ഇതൊക്കെ ശാസ്ത്രം ഇതിലേക്ക് നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറയരുത്. ഇതൊന്ന് സത്യം, ജ്ഞാനം, അനന്തം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ ഒരുപാട് ദീപാരാധന സമയമാണല്ലോ. നമുക്ക് അതുപോലെ അല്പസമയം ഇവിടെ ഇരുന്ന് ഭഗവാൻ നാമം ജപിക്കുക. അതാണല്ലോ എല്ലാ ദിവസവും നമ്മൾ പതിവ്. പല ദിവസങ്ങളായി നാമം ജപിച്ച് അറിയാവുന്ന നാമങ്ങളെല്ലാം തീർന്നു. നമുക്ക് എന്തെങ്കിലും പുതിയ നാമം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സുന്ദര മദന മോഹന രാധേ ഗോപാൽ, രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ. കേട്ട് ചൊല്ലാം. സിമ്പിളായിട്ടുള്ള നാമം, 2-3 വാക്കുകളേ ഉണ്ട്. ശ്യാമ സുന്ദര മദന മോഹന രാധേ ഗോപാൽ, രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ, രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ, രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ.
ശ്യാമസുന്ദര മദന മോഹന രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ മുരളി മോഹന മദന മോഹന രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ മുരളി മോഹന മദന മോഹൻ രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ രാധേ ഗോപാൽ ശ്യാമസുന്ദര മദന മോഹന രാധേ ഗോപാൽ രാധേ ഗോപാൽ ഭജോ 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 രാധേ ഗോപാൽ അനാഥനാഥ ദീന ബന്ധു രാധേ ഗോപാൽ അനാഥനാഥ ദീന ബന്ധു രാധേ ഗോപാൽ ഭക്തവത്സല പാപവിനാശന രാധേ ഗോപാൽ ഭക്തവത്സല പാപവിനാശന രാധേ ഗോപാൽ രാധേ ഗോപാൽ രാധേ ഗോപാൽ പാണ്ഡവദൂത ഭാഗവത പ്രിയ രാധേ ഗോപാൽ പാണ്ഡവദൂത ഭാഗവത പ്രിയ രാധേ ഗോപാൽ രാധേ ഗോപാൽ പാണ്ഡുരംഗ പണ്ഡരിനാഥ രാധേ ഗോപാൽ പാണ്ഡുരംഗ പണ്ഡരിനാഥ രാധേ ഗോപാൽ പാണ്ഡുരംഗ പണ്ഡരിനാഥ രാധേ ഗോപാൽ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോപാൽ ഭക്തവത്സല ഭവവിനാശന രാധേ ഗോപാൽ രാധേ ഗോപാൽ രാധേ ഗോപാൽ രാധേ ഗോപാൽ നാഥനാഥനാണ് ഭഗവാൻ. ചെറിയ ചെറിയ നാമങ്ങളാണെങ്കിലും അതിൽ ബോധിരിക്കുന്ന വാക്കുകളുടെ പ്രത്യേകമായ വൈശിഷ്ട്യമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നാമങ്ങളൊക്കെ അതിനെ അർത്ഥമറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സ് അങ്ങനെ പറയുന്നത് വേപ്രാപിക്കുന്നത്. അനാഥനാഥ ദീനബന്ധു ആരില്ലെന്ന് അവർ പറയുന്നവർക്കും നാഥനായിട്ട് ഭഗവാനുണ്ട്. എല്ലാവർക്കും നാഥനാണ് ഭഗവാൻ. അനാഥനാഥനാണ് ഭഗവാൻ. ദീനബന്ധുവാണ് ഭഗവാൻ. എല്ലാ വിഷയത്തിൽ ദീനനാണ് നമ്മൾ ഓരോരുത്തരും. ഇല്ലേ? 100 വിഷയങ്ങളിൽ ഭൗതികമായിട്ട് നമുക്ക് വിഷയങ്ങളുള്ളതല്ലോ. ആധ്യാത്മികത്തിൽ വിഷയങ്ങളൊന്നുമില്ല. ആധ്യാത്മികത്തിൽ വിഷയങ്ങൾ അധ്യാത്മമായി ചിന്തിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട പരമമായ സ്പിരിച്വൽ മാത്രമാണ്. അതിന് തടസ്സമായി നിൽക്കുന്നതാണ് ഈ പ്രാരബ്ധവശാൽ വന്നുകൂടിയ ജന്മത്തിൽ സകല വിഷയങ്ങളും. പക്ഷെ അത് എത്രയോ തടസ്സങ്ങൾ നിൽക്കുന്നു. നമ്മളതിനെല്ലാം തീവ്രമാണ്. കുടുംബത്തിൽ പ്രശ്നം, കുട്ടികളെ കൊണ്ട് പ്രശ്നം, ധനമില്ലായ്മ കൊണ്ട് പ്രശ്നം, ധനം കൂടിയാൽ പ്രശ്നം, അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിരുന്ന ബാങ്കിൽ എടുക്കാൻ പ്രശ്നം, അവകാശം മാറാൻ വെള്ളത്തൂടെ പോകും. കുറെ നേരം ഇരുന്ന് ആലോചിച്ചൊരു പിടിയും കിട്ടുന്നില്ല. പോവുമായിരിക്കും. പിറ്റേന്നും ആലോചിച്ചു. ഒരാഴ്ച തുടർച്ചയായിട്ട് ആലോചിച്ചു. അതിൻ്റെ അടുത്ത ആലോചിച്ചു. ഇങ്ങനെ 1 മാസം വരെ ആലോചന കിട്ടുന്ന സമയത്ത് എന്താ തല കൊമ്പിനിടയിൽ കൂടെ പോകുമോ കളയുടെ. ഒരു ദിവസം വിചാരിച്ച് ഇതിൻ്റെ തീരുമാനം വരുന്നില്ല. ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഇത്രയും നേരം ആലോചിക്കാറ്. ഇത്ര ദിവസം ആലോചിച്ചില്ല. ഒരു ദിവസം ഒരു 11 മണിയായപ്പോൾ
കുളിപ്പിച്ച് കിട്ടി ജോലിക്കാരത്ത് ദൂരോട്ടൊക്കെ പോയി സമയം നോക്കി കുറുപ്പേട്ടൻ കഴിച്ചൊന്ന് പരിശോധിക്കുക തന്നെ. നേരെ കാളമ്പത്തോട്ട് ചെന്നു. അപ്പൊ കാളയ്ക്കൊക്കെ ഒരു സംശയം, ഇത്രയും കാലം ഇദ്ദേഹം ഈ കാളമ്പത്ത് കയറിയിട്ടേ എനിക്കൊരു ശകലം പുല്ലോ പോച്ചയോ പുളിരി കാച്ചയോ ഒന്നും എടുത്തു തന്നിട്ടില്ലാത്ത ഈ മനുഷ്യൻ ഇപ്പോഴെന്തിനാ സ്വർണ്ണ വടിയും കൊണ്ടൊക്കെ ഒന്ന് വെളി വെച്ച് ഇങ്ങോട്ട് കയറിയത്? എന്തോ ദുരുദ്ദേശം ഇയാൾക്കുണ്ട്. കാളയും തീരുമാനിച്ചു അതൊന്ന് അലർട്ടായിട്ടൊക്കെ ഇങ്ങനെ നിന്നു. എങ്കിലും കാളയാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു ബുദ്ധിയുണ്ടല്ലോ. കുറുപ്പേട്ടൻ 4 വശം അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് നോക്കി, ആരെങ്കിലും താൻ ചെയ്യാൻ പോകുന്ന പരീക്ഷണം നോക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞു. വേഗം ചെന്ന് കാളക്കൊമ്പയിൽ ഇങ്ങനെ പിടിച്ചു. കാളയുടെ കൊമ്പയിലല്ല, ഈ കാളപ്പുരയ്ക്കൊരു കൊമ്പുണ്ടല്ലോ, അതേ ഇങ്ങനെ പിടിച്ച് കാള വെളിയിലോട്ട് തലയിട്ട് ഒറ്റ ഇടിയിലാണ് തല. ഏതാ? കൊമ്പിൻ്റെ ഇടയിൽ കൂടി. കൊമ്പിൻ്റെ ഇടയിൽ കൂടെ തലയിട്ട അവസ്ഥ നിങ്ങൾക്കറിയാലോ. കാള ഇങ്ങോട്ടൊന്ന് വിട്ട് ഇങ്ങോട്ടൊന്ന് വിട്ട് 4 വെട്ട്. ഈ കണ്ണച്ചെന്ന് ഇതേലടിച്ചു, ഈ കണ്ണച്ചെന്ന് ഇതേലടിച്ചു, എല്ലാം ചോര ഒരുമിച്ച് ഒറ്റ തെരുപ്പ്. കുറുപ്പേട്ടൻ തെറിച്ച് മുറ്റത്ത് വീണു. ഇത് കണ്ടുകൊണ്ട് കുറെ ദൂരെ നിൽക്കുമായിരുന്നു ഈ കാളയൊക്കെ മേയ്ക്കുന്ന ജോലിക്കാരൻ. അയാൾ ഓടി വന്ന് അയാൾ വിളിച്ചു. ആളൊക്കെ കൂടി എല്ലാവരും വന്ന് നോക്കിയപ്പോൾ ഇവിടുന്ന് രക്തം ഒലിക്കുന്നു. അവരെല്ലാം ഇത്തിരി വെള്ളമൊക്കെ കുടഞ്ഞ് ഇത്തിരി പച്ചവെള്ളം കൊണ്ടുവരുന്ന കൊടുക്കട്ടെ. കാര്യം അവസാനം എല്ലാവർക്കും കിട്ടുന്നത് നല്ല പച്ചവെള്ളമാണല്ലോ. എത്ര ഹോർലിക്സ് കുടിച്ചാലും വയ്യാതെ വന്നാൽ എല്ലാവരും കൊടുക്കുന്നത് എന്തുവാ? അമ്മ തന്ന ജീവജലം. ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോൾ ഓർമ്മയൊക്കെ വന്നപ്പോൾ തുടച്ചപ്പോൾ രക്തമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വട്ടം നിൽക്കുക. ഈ ജോലിക്കാരൻ ചോദിച്ചു, എങ്കിലും എൻ്റെ കുറുപ്പദ്ദേഹം ഇങ്ങനെ ഒരാലോചനയില്ലാതെ അങ്ങ് ഈ കാളുടെ കൊമ്പൻ്റെ കൊണ്ട് തലയിട്ട് കൊടുത്തല്ലോ. എൻ്റെ പൊന്നുകുട്ടാ, നീ അത് മാത്രം പറയരുത്. ഞാൻ 1 മാസം കൊണ്ട് 1 നിമിഷം കളാതെ ആലോചിച്ച് വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആലോചിക്കാതൊന്നും ചെയ്യുന്ന ആളല്ല, ആലോചിച്ച് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് വല്ലതും കിട്ടും? ആലോചിക്കേണ്ടത് വേണ്ട കാര്യം ആലോചിക്കാവൂ, വേണ്ട മാർഗത്തിൽ ആലോചിച്ചു നമുക്കത് കളഞ്ഞേക്കാം. പോട്ടെ, മനസ്സിനെ ഒരു ഭാരം ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി കഥ എപ്പോഴും വിട്ടു, ഇനി തീർന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈശ്വരൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നത് ഒരു കാലത്തും ദുഃഖിക്കേണ്ടി വരത്തില്ല. ആ ഭഗവാൻ തന്നെ ആശ്രയിച്ചിട്ടുള്ളവർക്കെല്ലാം അനന്യാചിന്തയന്തോമ യേ ജനാഹ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം തേഷാം. നിത്യാഭിയുക്തന്മാരായിരിക്കുന്ന അവർക്കെല്ലാ യോഗവും ക്ഷേമവും ഞാൻ കൊടുക്കും. എന്താ യോഗവും ക്ഷേമവും എന്ന് പറഞ്ഞാൽ? കിട്ടാനുള്ളത്, നേടിയിട്ടുള്ളത് നിലനിർത്തുന്നത് യോഗം അല്ല, ക്ഷേമം. കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല, നേടേണ്ടതായി ഇനിയുള്ളത് നേടിത്തരുന്ന യോഗം. അയാൾക്ക് ഇങ്ങനെ യോഗമുള്ള ആളാണ് എന്ന് പറയാറില്ല. എന്താണ്? ഇതുവരെ കൈവന്നിട്ടില്ലാത്തതും എന്നാൽ ആഗ്രഹിച്ചിരുന്നതുമായ കാര്യം നേടിയെടുക്കുന്ന യോഗം. കിട്ടിയിട്ടുള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നത് സംരക്ഷണം, ക്ഷേമം. നിങ്ങളുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പു തന്ന ഭഗവാനാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രിയാണി പരാണ്യാഹോ ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധിയോ ബുദ്ധേ പരതസ്തുത ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്കൃത്യാത്മാനമാത്മന ജതിശത്രും മഹാബാഹോ കാമരൂപം ദുരാസതം. മഹാബാഹോ, അല്ലയോ മഹാബാഹുവായ അർജുന, ഏവം ഇപ്രകാരം കാര്യകാരണ ശൃംഖല വിചാരം ചെയ്ത് നല്ലപോലെ, നേരത്തെ പറഞ്ഞ കാര്യകാരണ ശൃംഖല നല്ലപോലെ വിചാരം ചെയ്ത് ബുദ്ധേഹേ പരം ബുദ്ധ്വ, ബുദ്ധിക്കപ്പുറമുള്ള പരമകാരണത്തെ നല്ലതുപോലെ ധരിച്ച് ആത്മാനം സംസ്തഭ്യ, ബുദ്ധി കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെ നല്ലപോലെ പിൻവലിച്ച് ആത്മാവിൽ നല്ലപോലെ ഏകാഗ്രപ്പെടുത്തിയിട്ട് ദുരാസതം കാമം ശത്രും, ദുരാസതമായിരിക്കുന്ന കാമരൂപിയായിരിക്കുന്ന ശത്രു, ഈ ശത്രുവിനെ പിടികിട്ടാൽ പ്രയാസമുള്ളതായി ശത്രുവിനെ ജഹി, നീ നിഗ്രഹിക്കൂ. ഈ കാമത്തെ നിഗ്രഹിച്ചില്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ ഒക്കില്ല. എന്താണ്? സകലത്തിനും ശത്രു ഈ കാമമാണെങ്കിൽ ദുരാസതമായ ഈ കാമത്തെ നീ ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. അവിടെ വിശേഷിച്ചെടുത്ത് പറയുന്ന സംസ്തഭ്യ ആത്മാനം ആത്മനഃ, ആത്മാനം സംസ്തഭ്യ. അവിടെ ശബ്ദത്തിന് ആദ്യം ബുദ്ധി എന്നർത്ഥം, 2 മനസ്സും ഇന്ത്യയും കൂടെ ചേർത്താലും കുഴപ്പമില്ല, മനസ്സും മാത്രം എടുത്താലും കുഴപ്പമില്ല. ഈ ആത്മശബ്ദം പരമാത്മാവിന് പ്രയോഗിക്കും, ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പ്രയോഗിക്കുന്നതാണ്. ശരീരത്തിന് വരെ ആത്മശബ്ദം ചിലപ്പോൾ പ്രയോഗിക്കും. അത് സന്ദർഭം അനുസരിച്ച് ഇതിൻ്റെ അർത്ഥം എടുത്തോണം. ജീവാത്മാവിന് ആത്മാവെന്ന് പറയും, പരമാത്മാവിന് ആത്മാവെന്ന് പറയും. അപ്പോൾ അതിൻ്റെ സന്ദർഭം കൂടി അതിനനുസരിച്ച്
ഇപ്പറഞ്ഞ ബുദ്ധി വൃത്തികൾക്കും മനോവൃത്തികൾക്കും എല്ലാം ആത്മശബ്ദം ചിലർ പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ആത്മനി ആത്മാനം എന്നൊക്കെ പറയുമ്പോൾ ഭാഗവത്തിൽ ബ്രഹ്മദേവന് ഉപദേശം കൊടുത്ത ഭാവമാണ് ആത്മന്യ ആത്മാനം. ചതുശ്ലോകി ഭാവം കേട്ട് കഴിഞ്ഞിട്ട് ബ്രഹ്മദേവൻ ഒരിടത്ത് ഇരുന്നപ്പോൾ ഇരുന്ന് ധ്യാനിക്കുന്നു. ബ്രഹ്മാവ് ധ്യാനിക്കുന്നു. അത്രേ സ്വന്തം മാനസപുത്രനാണ് ശ്രീ നാരദൻ. നാരദൻ ഇങ്ങനെ നോക്കി, ബ്രഹ്മാവ് ധ്യാനിക്കുന്നു. നമ്മളെല്ലാം ബ്രഹ്മാവിനെയാണ് ഈശ്വരനായിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഈശ്വരൻ ഇനി ധ്യാനിക്കാൻ ഒരു ഈശ്വരൻ വേറെ ഉണ്ടോ? ഒരു സംശയം. എന്തുകൊണ്ട് അച്ഛനോട് നേരിട്ടങ്ങ് ചോദിച്ചേക്കാം എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ശ്രീ നാരദൻ ചെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അങ്ങാണ് ഈ ലോകത്തിലെല്ലാത്തിനും നാഥൻ എന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈശ്വരനായി ഞങ്ങൾ സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങ് ഇങ്ങനെ ഏകാന്തമായിരുന്ന ആരെയാണ് ധ്യാനിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നു, ഈ നാരദ, ഞാനൊരു സത്യം നിന്നോട് പറയട്ടെ, നീ അത് ഉറപ്പിച്ച് മനസ്സിലാക്കിയുള്ളൂ. സ ഏഷാദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജഃ. സ ഏഷാദ്യ പുരുഷ കൽപ്പേ കൽപ്പേ സൃജത്യജഃ. ആത്മാനം. ഈ 3 വാക്കുകൾ ചേർത്ത് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ ശ്ലോകം ഉദ്ധരിച്ചെന്നേ ഉള്ളൂ. ആത്മനി ആത്മാനം സൃജതി സംരക്ഷതി പാതിച്ച. അല്ലയോ അർജുന അല്ല, ബ്രഹ്മദേവൻ പറയല്ലേ, നാരദ അങ്ങ് മനസ്സിലാക്കും നല്ലപോലെ. സ ഏഷ ആദ്യപുരുഷ. ആരെ ഒന്നിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, ആ ആദിപുരുഷനുണ്ടല്ലോ, സാക്ഷാൽ ശ്രീ ഭഗവാൻ പരബ്രഹ്മമൂർത്തി. നാരായണൻ എന്ന് പേര് പറയുന്നു, ബ്രഹ്മം എന്ന് പേര് പറയുന്നു, നമ്മൾ ഹരി എന്ന് ചൊല്ലി വിളിക്കുന്നു, പല പേര് വിളിക്കുന്ന അഖണ്ഡ ബോധസ്വരൂപനായിരിക്കുന്ന പരമാത്മവസ്തു സ ഏഷ ആദ്യപുരുഷ. അദ്ദേഹത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, ഞാനൊന്നുമല്ല. ആര് പറയുക ഇത്? ബ്രഹ്മാവ് പറയുവാണെങ്കിൽ നമ്മുടെ സങ്കല്പത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര സങ്കല്പങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അതിനെ തരം താഴ്ത്താനോ തുച്ഛീകരിച്ച് കാണാനോ ഇത് തുടങ്ങി. സത്യ അവബോധനത്തിൽ പോകുമ്പോൾ ബ്രഹ്മാവ് പോലും ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് വേണ്ടി സൃഷ്ടികർത്താവായിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ബ്രഹ്മാവ്. മനസ്സിലായില്ലയോ? സ ഏഷ ആദ്യ പുരുഷ കൽപ്പേ കൽപ്പേ. ഓരോ കൽപ്പങ്ങൾ വരുമ്പോഴും സൃജത്തി അജഹ. അജനായ ജനനമില്ലാത്ത അദ്ദേഹം സൃഷ്ടിക്കുന്നു. എങ്ങനെ സൃഷ്ടിക്കണു? ആത്മനി ആത്മാനം. ആത്മാവിനെ സൃഷ്ടിക്കുന്നു. ആത്മനി സൃജ. ആത്മാവിൽ തന്നെ സൃഷ്ടിക്കുന്നു. ആത്മനാ സൃജത. ഒരു സൃഷ്ടിക്ക് പ്രധാനമായും 3 കാരണങ്ങൾ വേണമെന്നൊരു വ്യവസ്ഥയുണ്ട്. ഏത് സൃഷ്ടിയായാലും അതിന് 3 കാരണങ്ങൾ വേണം. അതൊക്കെ ഉപാദാന കാരണം, പിന്നെ സഹകാരി കാരണം, അടുത്ത എന്തുവാ? പിന്നെ എന്തുവാ രാധാകൃഷ്ണൻ? മറന്നുപോയല്ലോ, പേര് മറന്നുകൊണ്ട് എന്തായാലും കാര്യം പറയാം. ഉപാദാന കാരണം. ഉപാദാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കലം ഉണ്ടാക്കണം. കലം ഉണ്ടാക്കാൻ എന്താ വേണം? മണ്ണ് വേണം. മണ്ണ് അതിന് ഉപാദാന കാരണം. അതിന് കലം ഉണ്ടാക്കാൻ ഒരാൾ വേണം, വേണ്ടേ? അത് കുലാലിനാണ്. ഇനി ആ കുലാലൻ മണ്ണുകൊണ്ട് ഒരു കലം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പറ്റിയ ഒരു ഉപകരണമാണ് ഒരു ചാണം, അല്ലേ? അപ്പൊ ഈ 3 കാരണങ്ങളാണ്. ഉപാദാന കാരണം, സഹകാരി കാരണം, എന്തുവാ തുളസി? അടുത്ത കാരണം. എല്ലാവരും വേദാന്ത ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങളെല്ലാം. ചിലപ്പോൾ ചിലതൊക്കെ മറന്നുപോകും, നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. കാരണം പേരെന്തോ ആയിക്കോട്ടെ, എക്സും ഇരുന്നോട്ടും. ഈ എക്സും ഉപാദാന കാരണവും പിന്നെ സഹകാരി കാരണവും കൂടെ ചേർന്നെങ്കിലേ ഏത് സൃഷ്ടിയും നടക്കും, അല്ലേ? കടലാസ് ഉണ്ടാക്കണമെങ്കിൽ കച്ചിയും വേണം, റോ മെറ്റീരിയൽസും വേണം, അതുണ്ടാക്കാനുള്ള യന്ത്രവും ആളും വേണം. ഇങ്ങനെ 3 കാരണങ്ങൾ കൂടിയെങ്കിൽ ഏത് സൃഷ്ടിയും നടക്കൂ. ഇവിടെ ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ഈ 3 കാരണം ഒന്നാണ്. ഏതാ? ആത്മാ സൃജതി. ആത്മാവ് സൃഷ്ടിക്കുന്നു. ആത്മനി സൃജതി. ആത്മാവിൽ തന്നെ സൃഷ്ടിക്കുന്നു. ആത്മനാ സൃജതി. മനസ്സിലാകുന്നുണ്ടല്ലോ? ആത്മനി ആത്മാനം സൃജതി. സൃഷ്ടിക്കുന്നു. സംരക്ഷതി. അദ്ദേഹം തന്നെ പാലിക്കുന്നു. പാതിച്ച.
സംരക്ഷിതി ലയിപ്പിക്കുന്നു, പാതി രക്ഷിക്കുന്നു. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 കാര്യങ്ങളും ആരാ ചെയ്യുന്നത്? ഈ ജഗത്തിൽ ഈശ്വരനുണ്ട്, അതാണ് ജഗതീശ്വരൻ. മനസ്സിലാകുന്നില്ലേ? ആ ഈശ്വരന്റെ കീഴിലാണ് ഈ സകലതും. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഉൾപ്പെടെ ആ പരമാത്മാവിന് കീഴിലാണ്. നീ എന്ത് വേണം അർജുന? നീ പ്രത്യേക ശ്രദ്ധയോട് മനസ്സിലാക്കി. ഇവിടെ പറയുന്നതാണ്, ഏവം ബുദ്ധേഹി പരം ബുദ്ധ്വ സംസ്തഭ്യ ആത്മാനമാത്മന. ആത്മാനം ആത്മനാ സംസ്തഭ്യ. ബുദ്ധി കൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശത്താക്കിയിട്ട് എന്ത് വേണം? ജഹി ശത്രും, നിനക്ക് ശത്രുവായി നിൽക്കുന്ന, ജ്ഞാനമാർഗത്തിൽ ശത്രുവായി നിൽക്കുന്ന ഈ കാമത്തെ, ദുരാസതം കാമം. സാധാരണതയിൽ പെട്ടെന്നൊരാൾക്ക് അതിനെ തോൽപ്പിക്കാൻ ഒക്കില്ല. ഈ കാമത്തെ ഒരാൾക്ക് ജയിക്കാൻ സാധ്യമല്ല. ദുരാസതമായ കാമത്തെ നീ ജയിക്കൂ, അഥവാ ആ കാമത്തെ വധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 43-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മളുടെ ഈ അധ്യായം ഉപസംഹരിക്കുന്നത് ഭഗവാൻ. നമ്മൾ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഇവിടെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തുവന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ ഓർക്കുക. അത്രയും തന്നെ എനിക്ക് പറയാനുണ്ട്. എല്ലാം ഒരാൾ ഒരുമിച്ച് ഓർത്തുനിന്ന് വരത്തില്ല. ആദ്യം മുതൽ നമുക്ക് ചുരുങ്ങി ഒരവലോകനം നടത്താം ഈ അധ്യായത്തെ. അധ്യായം എങ്ങനെയാണ് തുടങ്ങിയത്? നിങ്ങളുടെ ഒരു റിവിഷൻ. ഇപ്പം എല്ലാം നമുക്ക് എല്ലാ ശ്ലോകങ്ങളും ചില റിവൈസ് ചെയ്യുമല്ല, എങ്കിലും നമ്മളുടെ ഈ ചിന്തകളൊന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ആ റിവിഷൻ? അധ്യായം തുടങ്ങുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ്. 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനം കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു. ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ ഈ ഘോരമായ കർമ്മത്തിന് അങ്ങ് എന്തിനാണ് എന്നെ നിയോഗിക്കുന്നത് എന്നൊരു ചോദ്യം വന്നു. ഭഗവാൻ ഉത്തരം പറയാൻ തുടങ്ങി. അധ്യായത്തിൽ ആദ്യമായി ലോകേസ്മിൻ വിധാനിഷ്ഠ പുരാപ്രോക്താമയാനഖ. അർജുന, ഈ ലോകാരംഭം മുതൽ തന്നെ ഈ ലോകത്തെ 2 നിഷ്ഠകൾ എന്നാൽ പ്രഖ്യാപിതമായിട്ടുണ്ട്. ഇന്നോ ഇന്നലെ ഉണ്ടല്ല, ലോകാരംഭം മുതലേ ഉള്ള. ഒന്ന് ജ്ഞാനമാർഗം, നിത്യാനിത്യ വസ്തു വിവേകത്തിന് ശേഷിയുള്ളതായ പുണ്യാത്മാക്കൾക്ക് ശീലിക്കാൻ പറ്റിയതാണ് ജ്ഞാനമാർഗം. അല്ലാതെ കർമ്മമാർഗം എന്ന് പറയുന്ന ഒരു മാർഗമുണ്ട്. അത് സാധാരണ ജനങ്ങൾ. എന്താ ഈ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ? അവർ ജന്മാന്തരമായി ആർജിച്ചൊന്ന സംസ്കാരവും കർമ്മവാസനയ്ക്കും അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള ശേഷിയിൽ നിൽക്കുന്ന ആ വാസനാബദ്ധരായ സാധാരണ ജനങ്ങൾ. അവരെന്ത് വേണം? അവർക്ക് സ്വീകരിക്കേണ്ട മാർഗമാണ് കർമ്മം എന്ന് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അതിനെ തുടർന്ന് വിശകലനങ്ങൾ ആരംഭിക്കുകയാണ്. ലോകേസ്മിൻ വിധാനിഷ്ഠ പുരാപ്രോക്താമയാനഖ ജ്ഞാനയോഗീന സംഖ്യാനം കർമ്മയോഗീന യോഗിനാം ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോസതി നച സന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. അർജുന, കർമ്മങ്ങളൊന്നും ഇതായിരുന്നുകൊണ്ട് സാരമില്ല, കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? നൈഷ്കർമ്മ സിദ്ധി നേടാനൊക്കെ കടന്നു പോയതാണോ? കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നു എന്നതുകൊണ്ട് നൈഷ്കർമ്മ സിദ്ധി എന്ന് പറയുന്ന മോക്ഷാവസ്ഥ നേടിയെടുക്കാൻ സാധ്യമല്ല. ഇനിയോ കർമ്മങ്ങളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസസ്ഥിതി ഇനി ഒന്നും ഇരാൻ പോകുന്നില്ല. കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്മൃതേ നച സന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി നഹി കശ്ചിക്ഷണമപി യാവു തിഷ്ടത്യ കർമ്മ കാര്യദേഹി അപശകർമ്മ സർവപ്രകൃതിയെ ഗുണൈ. ഒരു നിമിഷം പോലും അർജുന ഈ ലോകത്താരും ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നില്ല, ഇരിക്കാനൊട്ടും ഒക്കെയില്ല. എന്താണ്? ഈ കർമ്മം അത്ര നമ്മളുമായി ബന്ധിച്ചിരിക്കുകയാണ്. ഒരു നിമിഷം പോലും നമുക്ക് ഒരു കർമ്മം ചെയ്യാതിരിക്കാനൊക്കെ. കൈകാലുകൾ അടക്കി വെച്ചുകൊണ്ട് കർമ്മം ചെയ്യാതിരുന്നെന്ന് പറഞ്ഞാലും മനസ്സുകൊണ്ട് 100 കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സുകൊണ്ട് 100 കർമ്മങ്ങൾ ചെയ്യുകയും വേണ്ട കാര്യങ്ങൾ കരതീർണാദികൾക്കൊണ്ടും പ്രവർത്തിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പേരിട്ടു അടുത്ത ശ്ലോകത്തിൽ. എന്താണ് അവരുടെ പേര്? മിഥ്യാചാരൻ. ഇവിടെ നീ മിഥ്യാചാരനാവരുത്. മിഥ്യാചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, കപട സന്യാസിയായി മാറരുത്. പിന്നെ എന്ത് വേണം? ഈ കാപട്യമൊക്കെ ഒഴിവാക്കിയിട്ട് യസ്തുന്ദ്രിയാണി മനസാ നിയമ്യ ആരഭത്തെ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്തസ്പരിശിഷ്യതേ. എല്ലാ ഇന്ദ്രിയങ്ങളെയും നല്ലപോലെ നിയന്ത്രിച്ച് അവനവനാൽ ചെയ്യപ്പെടേണ്ട കർമ്മങ്ങൾ ഭംഗിയായി യാതൊരാളാണോ ചെയ്യുന്നത് അയാൾ ശ്രേഷ്ഠനാണ്, വിശിഷ്യതേ. യസ്തുന്ദ്രിയാണി മനസാ നിയമ്യ ആരഭത്തെ അർജുന കർമ്മേന്ദ്രിയ കർമ്മയോഗം അസക്തസ്പരിശിഷ്യതേ.
നിയതം ഗുരു കർമ്മത്വം കർമ്മജ്ഞായോ ഹേർമണ ശരീരയാത്രാവ് ചെയ്യുന്ന പ്രസിദ്ധീത കർമ്മണ. നിനക്ക് നിയതമായ കർമ്മം നീ ചെയ്തേ മതിയാവൂ. എന്തായി നിയതമായ കർമ്മം? നമുക്ക് ചെയ്യാൻ ബാധ്യസ്ഥമായി വന്ന കർമ്മം ശരിയൂ. കർമ്മജ്ഞായോ ഹെകർമ്മണ. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. ഒന്നും ചെയ്യാൻ അലസനായി കഴിയുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ്. ശരീരയാത്രാവ് ചെയ്യുന്ന പ്രസിദ്ധീത കർമ്മണ. ഈ ശരീരം നിലനിന്ന് പോകണമെങ്കിലും കർമ്മം ചെയ്തല്ലേ വെക്കൂ. നിന്റെ ശരീരത്തിൻ്റെ നിത്യ കർമ്മങ്ങൾ ചെയ്തല്ലേ നിത്യമായ കാര്യങ്ങൾ നടന്നു പോകാനൊക്കൂ. ഉരുള ഉരുട്ടി ഉണ്ണണമെങ്കിൽ ആരെങ്കിലും കർമ്മം ചെയ്ത് നമുക്ക് തന്നിട്ടല്ലേ. അപ്പോൾ കർമ്മം അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് ഈ ആഹാരം പോലും കഴിക്കാനൊക്കുന്നത്. ശരീരത്തിന് നിലനിൽപ്പിൻ്റെ കർമ്മം ചെയ്യാൻ സാധ്യമല്ല എന്നൊരർത്ഥം. ആധ്യാത്മമായ മറ്റൊരർത്ഥം പ്രാരബ്ധം നിശ്ചയം സംഭവിക്കണം. ഈ പ്രാരബ്ധം അനുഭവിച്ച് തീർക്കാനാണ് ഈ ജന്മം കിട്ടിയത്. പ്രാരബ്ധം കൊടുക്കാതിരിക്കാൻ വീണ്ടും ചിന്തിക്കേണ്ടി വരും. മനസ്സിലാകുന്നില്ലേ? അപ്പൊ പ്രാരബ്ധം ക്ഷയത്തിന് വേണ്ടി നീ ഈ കർമ്മങ്ങൾ ചെയ്ത് പ്രാരബ്ധത്തെ ക്ഷയിപ്പിക്കും. ഈ പ്രാരബ്ധം എന്ന് പറയുന്നതാണ്. നിങ്ങൾ ഓർമ്മിച്ചോളൂ, ആൾറെഡി സ്റ്റാർട്ടഡ് പ്രകർഷേണ ആരംഭിതമായ നേരത്തെ ആരംഭിച്ചു പോയത് ഇനി അത് നിർത്താറൊക്കില്ല. കയ്യിൽ നിന്ന് ഒരു കല്ലെടുത്തോ ഏറെടുത്തോ മേപ്പോട്ടെ എറിഞ്ഞു പോയി കയ്യിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ എറിഞ്ഞ ശക്തി ആ കല്ല് വരും അല്ലേ? എന്നതുപോലെ ഈ കർമ്മത്തിന്റെ തുടർച്ച നീ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടുവന്നാണ് ഇവിടെ ജനിച്ചത്. അതുകൊണ്ട് ക്ഷയിക്കെങ്കിലേ സ്ഥിതപത്നയിലേക്ക് ജ്ഞാനമാർഗത്തിൽ മുന്നേറാനൊക്കൂ. അതുകൊണ്ട് നിയതന്തു കർമ്മത്വം കർമ്മജ്ഞായോ കർമ്മണ ശരീരയാത്രാവ് ചെയ്യുന്ന പ്രസിദ്ധിയത് കർമ്മണ എന്ന് പറഞ്ഞിട്ട് കർമ്മം ചെയ്താൽ നീ എങ്ങനെ ചെയ്യണം? യജ്ഞബുദ്ധിയോട് കർമ്മങ്ങൾ ചെയ്യണം. യജ്ഞബുദ്ധിയോട് കർമ്മം ചെയ്യാൻ പൊതുവെ കർമ്മങ്ങൾക്കൊരു സ്വഭാവം അത് ബന്ധിപ്പിക്കുന്നതാണ്. കർമ്മങ്ങൾ ബന്ധകരണമാണ്. അത് വീണ്ടും ജന്മത്തിനും കാരണമാകും. എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യാതിരിക്കാനൊക്കെ അതിനെ എങ്ങനെ ചെയ്യണം? യജ്ഞബുദ്ധ്യാ കർമ്മങ്ങൾ ചെയ്യണം. എന്താണ് യജ്ഞബുദ്ധ്യ? ലോകോപകാരപ്രദമായി ചെയ്യണം. ഒന്ന്, ഞാനെന്നും എന്റേതെന്നുള്ളതായ അഹന്തയും മമതയും അല്പം പോലും വെച്ചു കൊടുക്കാതെ അതിന്റെ ഫലഭാഗത്ത് മനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും തീർച്ച തീർച്ച തീർച്ച. അതുകൊണ്ട് എന്ത് വേണം? പിന്നെ ഫലഭാഗത്തിൽ മനസ്സ് പിൻവലിച്ചിട്ട് ഈശ്വരൻ എന്നാൽ ചെയ്യപ്പെടാൻ നിയോഗിച്ച കർമ്മം ഈശ്വരന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഈശ്വരായ കർമാണി അരോധി. ഇത് നിയമമാണ്. ഭഗവാനെ ഏൽപ്പിച്ച കർമ്മം ഭഗവാന്റെ സംപ്രീതിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുള്ള ഭാവത്തിൽ ചെയ്യുക. ഭഗവത്പാദങ്ങൾ അതിന്റെ എല്ലാ ഫലങ്ങളും സമർപ്പണ ബുദ്ധിയോടെ സമർപ്പിക്കുക. അതുകൊണ്ട് ചീനിനേക്കാൾ ചീനിക്കിഴങ്ങ് പിഴുത് നമ്മൾ എൻ്റെതാണോ അതിനർത്ഥം അല്ല. ആ ഭാവനാസമ്പരതയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യും. അതിന്റെ ഭാഗം ആർക്കൂടെ പ്രിയം വെക്കൂ. ഇങ്ങനെ യജ്ഞരൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ കർമ്മബന്ധം നമുക്ക് ഉണ്ടാവില്ല എന്ന് നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. നോക്കു പറഞ്ഞാൽ ഈ ലോകം ഒരു വലിയ യജ്ഞമല്ലേ? സൂര്യഭഗവാൻ ചെയ്യുന്ന നീ കണ്ടില്ലേ? വായു ചെയ്യുന്ന യജ്ഞം കണ്ടില്ലേ? ഈ മഴ എങ്ങനെ ഉണ്ടാകുന്നു? ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്ന ഭഗവാനല്ലേ? നമ്മളെല്ലാം ഉണ്ടാകുന്ന എന്നാ ഭൂതാനി വർദ്ധന്യാതെന്ന സംഭവ യജ്ഞാധോതി വർദ്ധന്യം യജ്ഞ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിക്കുന്നു. ഒരു വലിയ ചക്രത്തിനോട് നമുക്ക് തന്നു. വിശദീകരിച്ച കാലം ആവർത്തിച്ച് വിശദീകരിക്കേണ്ടത് ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ഈ ലോകം തന്നെ ഒരു യജ്ഞക്കച്ചക്രം നമ്മളെ കാഴ്ചവെച്ചിരിക്കുക. അതുകൊണ്ട് യജ്ഞഭാവത്തിൽ നിന്നും ഒരിക്കലും വ്യതിരിക്തനാവാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞിട്ട് യജ്ഞാഭവതി പർജന്യു യജ്ഞ കർമ്മസമുദ്ഭവ കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മാനിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഏവം പ്രവർത്തന ചക്രം. ഈ ചക്രം ഇങ്ങനെ നിരന്തരമായി പ്രപഞ്ചത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ അതിനെ അനുസരിച്ച് അതിനിടയിൽ കൂടി മുന്നേറിയാൽ നിന്നെ സകല പാപങ്ങളിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു. മറിച്ച് നീ അഹങ്കാരിയായി ഞാൻ അതീതനാണ്, ഞാൻ ഈ ലോകത്തെ വെല്ലുവിളിക്കുന്നു, ഇതിനെതിരായിട്ട് ഞാൻ ഇതെല്ലാം നടത്തിക്കൊള്ളാമെന്നുള്ള ഭാവനയിൽ യജ്ഞചക്രത്തെ നീ അനുസരിക്കാതെ എന്നാൽ നീ ധരിച്ചോളൂ നീ ഇല്ലാത്തവനാണെന്ന് ഭാവിയാണ്. അതുണ്ടാവാതിരിക്കട്ടെ. ഏവം പ്രവർത്തനം ചക്രം ജീവിതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യജ്ഞചക്രത്തെ അനുസരിക്കണം. വേണ്ടാത്തവരും ലോകത്തുണ്ട്. അവരങ്ങനെയുള്ളവരാണ്. ആത്മന്യേവ സന്തുഷ്ട എന്ന വിദ്യതേ. നമ്മുടെ കൂട്ടരുണ്ട്
സജ്ജനങ്ങളെ ഈ ലോകത്ത് അവരെന്താണ്? ആത്മരതിയിൽ കഴിയുന്നവരാണ്, ആത്മസന്തുഷ്ടരാണ്. ആത്മരതിരേവസ്യാത് ആത്മതൃപ്തശ്ച, അതിൽ തന്നെ അവർ തൃപ്തരാണ്, ആത്മരതരാണ്, ആത്മതൃപ്തരാണ്, ആത്മസന്തുഷ്ടരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ നമ്മൾ ആദ്യമേ പഠിച്ചതാണിത്. പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ എന്നുള്ള ശ്ലോകത്തിൽ കൂടി സ്ഥിതപ്രജ്ഞ ലക്ഷണം പഠിച്ചു. യഥാർത്ഥമായ ഒരു സന്യാസി ആരാണ്? ജ്ഞാനനിഷ്ഠൻ ആരാണ്? സ്ഥിതപ്രജ്ഞൻ ആരാണ്? യോഗാരൂഢൻ ആരാണ്? ഭക്തോത്തമൻ ആരാണ്? ഇതെല്ലാം ആരാണ്? ഒറ്റയാളാണ്. എവിടെയാണ്? ബ്രഹ്മത്തിൽ നല്ല ഉപസ്ഥിതി ഒന്നാണ്. അയാൾക്ക് യാതൊരു ബന്ധവും ലോകത്തോടില്ല. എന്നാൽ എങ്ങനെയാണോ ചുട്ട കരിയില, നിങ്ങൾ കണ്ടിട്ടില്ലേ? ചുട്ട കരിയിലേ, മനസ്സിലായില്ലേ? അതെങ്ങനെയാണോ ഒരിടത്ത് കിടക്കുമ്പോൾ നമ്മൾ അതിലോട്ട് നോക്കിയാൽ തീയിടുമ്പോൾ കരിയിലൊക്കെ മാറിക്കിടന്ന് തീ വീണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കരിയിലയുടെ ആ ഷേപ്പെല്ലാം അതുപോലെ കാണാം, ഞരമ്പുകളെല്ലാം നമുക്ക് കാണാം. അത് പൊടിഞ്ഞു പോയില്ല എങ്കിൽ അത് അതുപോലെ. പക്ഷെ നിലത്ത് നോക്കിയാലോ എന്താ? അതിന് കരിയിലയുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. പിന്നെ ഒരു പാട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മഹാപുരുഷന്മാർ ഈ ലോകത്തിൽ അവരാണ് മഹാസന്യാസന്മാർ. സംവിധാന എല്ലാം നിശ്ചയമാണ്. കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോവിദു എന്ന് പറഞ്ഞാണ് 18-ാം അധ്യായം ഗീത ആരംഭിക്കുന്നത്. ആരംഭിക്കൽ 2-ാമത്തെ ശ്ലോകമാണ്. ചോദ്യം വന്നപ്പോൾ ഉത്തരം പറഞ്ഞു വിടുന്നത് ഇങ്ങനെയാണ്: കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോവിദു. കാമ്യകർമ്മങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് സമ്യക്കായി എല്ലാത്തും നിശ്ചനാണ് സന്യാസി. അങ്ങനെയുള്ള ഒരു പറ്റം മഹാപുരുഷന്മാർ ഈ ലോകത്തെന്നു അർജുന. അവരുടെ കാര്യം പറയുന്നത് അവർക്ക് ഈ യജ്ഞചക്രത്തെ അനുസരിക്കേണ്ട ആവശ്യമില്ല. എന്താണ്? അവരതിന് അതീതരാണ്. അവരതിനോട് അതിനെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്തില്ല. അവരറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരാ ഈശ്വര അനുഭൂതിയിൽ തന്നെ കഴിയുന്നവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകം നീ ശ്രദ്ധിക്കൂ. എന്താണ് ആ ശ്ലോകം? എന്താ? ആത്മരതിരേവസ്യാണ് ആത്മതൃപ്തമാനവ ആത്മന്യേവ സന്തുഷ്ട സത്യകാര്യ വിദ്യതേ എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്നുള്ള അനുബന്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ടാണ് നീ അതുകൊണ്ട് എന്ത് വേണം? മയി സർവാണി കർമാണി. നീ കർമ്മത്തിൽ പ്രാരബ്ധവശാൽ വന്നവനാണ്. നീ എന്ത് വേണം? നീ ഇപ്പൊ അവരുമായിട്ടൊന്നും പോകാനൊക്കില്ല. ഈ കർമ്മയോഗം അനുഷ്ഠിച്ച് തന്നെ ഈ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ പലരുടെ ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞു. ജനകാദികളുടെ കാര്യം പറഞ്ഞു. ഭഗവാൻ തന്നെ ഉദാഹരണമായിട്ട് ഭഗവാനെ ഉദാഹരിച്ചില്ലേ? നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന അനവാപ്തമവാപ്തവ്യം വർത്തേ വെച്ച കർമ്മണി. നോക്കൂ അർജുന, എന്നെ നോക്കൂ, നീ എന്നെ ശ്രദ്ധിച്ചു നോക്കൂ. എനിക്ക് എന്തെങ്കിലും ഈ ലോകത്തിൽ നീ ചെയ്ത് നേടാനുണ്ടോ? എനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? എന്നിട്ടും ഈ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കർമ്മരംഗത്ത് തന്നെ നിൽക്കുന്നു. കർമ്മരംഗത്ത് തന്നെ കൃഷ്ണൻ ഉണ്ടായി അവസാനം വരെ നിന്നു. ഇപ്പൊ തന്നെ നോക്കൂ, ഈ ഗീത ഉപദേശിക്കുന്ന സമയത്തും ഭഗവാൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കൃഷ്ണൻ എന്ത് ചെയ്യാൻ ജോലി ചെയ്യുന്നത്? അർജുനന്റെ സാരഥിയായിട്ട് ജോലി ചെയ്യുകയാണ്. ആ സാരഥിയായിട്ട് ഇരുന്നുകൊണ്ട് കൃഷ്ണനെ നിമിത്തമാക്കി നമുക്കെല്ലാം ഈ ഗീത ഉപദേശിക്കുന്നു. അത്ര വിശിഷ്ടമായ കർമ്മം ചെയ്യുന്നു. ഇനി അന്ത്യം വരെ നോക്കൂ നിങ്ങൾ. അവസാന കാലത്ത് ഈ യദുകുലം മുഴുവൻ നശിച്ചു. ഒരു തുള്ളി കണ്ണുനീർ കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതെല്ലാം ക്രമമായി വരേണ്ടതുപോലെ വന്നുകൊള്ളട്ടെ. ഭഗവാൻ ഇച്ഛ. ഭഗവാൻ ജ്ഞാതസർവാർത്ഥ. ഭാഗവത്തിൽ എത്ര ഗംഭീരമായ ചില വാണികൾ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഒരിക്കലും മാറാതെ. ഭഗവാൻ ജ്ഞാതസർവാർത്ഥ, എല്ലാം അറിയുന്ന ഭഗവാൻ. സർവജ്ഞനൊക്കെ നമ്മൾ പറയത്തില്ലേ? ഭഗവാൻ ജ്ഞാതസർവാർത്ഥ ഈശ്വര അപി. ഈശ്വരനാണെങ്കിൽ പോലും ആ തൻ്റെ കുലം നശിക്കാൻ പോകുന്നതിന് പിന്നിൽ ഒരു എന്താ കാരണം വന്നേ? മുനിമാരുടെ ഒരു ശാപമുണ്ട്. ആ ശാപം വേണ്ടെന്ന് വെച്ചില്ല, അതിനെ നിയന്ത്രിക്കണമെന്നും വെച്ചില്ല, മാറ്റിമറിക്കണമെന്ന്. നടക്കട്ടെ. മുനിമാർ ശപിച്ചു. എന്ത് ശപിച്ചു? ഈ യദുകുലം ഇന്ന രീതിയിൽ പോകട്ടെ എന്ന്. അത് സംഭവിക്കേണ്ടതാണ്. ഭഗവാന്റെ ഇച്ഛ അവരിൽ കൂടെ ഒന്നേ ഉള്ളൂ. യവന്മാരിവിടെ കൂടിയാൽ ലോകത്തെ മുടിക്കും അവര്. യദുകുലത്തിന്റെ സംഖ്യ എത്ര? ലക്ഷക്കണക്കിന് ആൾക്കാരെ വളർന്നു പന്തലിച്ചു. ഇനി ബാക്കിയൊന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നുകൂടും. അതുകൊണ്ട് ഭഗവാൻ സന്തുഷ്ടനായി പുഞ്ചിരിച്ചതുപോലെ അതും കണ്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം നടന്നു. ആ യദുകുലം മുഴുവൻ
തമ്മിലിടിച്ചൊന്നായി ഈ നിരന്ന് കടൽ തീരത്ത് കിടന്നപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാനൊരു എപ്പോഴും പ്രയോഗമുണ്ട്, പ്രഹസന്നിവ ഭാരത, പുഞ്ചിരിച്ചവനെ പോലെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ നടന്നു. ഒരു വിഷമമുണ്ട്. എന്നിട്ട് ഭഗവാൻ അവസാനമായിട്ട് എന്ത് ചെയ്തു? എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉദ്ധവ മഹാശിവന് ഉപദേശം എല്ലാം കൊടുത്തു. തൻ്റെ ജീവദൗത്യങ്ങളെല്ലാം തീർന്നു. ബ്രഹ്മദേവൻ വന്ന് ക്ഷണിച്ചു. ഭഗവാനെ എല്ലാവരും വന്ന് പറഞ്ഞു, ഒന്നിനി പുത്രകാലമായി വന്നിട്ട് ഇങ്ങനെ വീട് വളർന്നൊരു കളിയുണ്ടോ? കുഞ്ഞുങ്ങൾ കളിക്കും പോലെ നമ്മളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വന്ന് ഇപ്പം എത്ര ആയി? ഭഗവാൻ പോന്നിട്ട് കൊല്ലം 125. കഥ അവസാനിക്കാൻ പോകുമ്പോൾ കൃഷ്ണന്റെ പ്രായം 125. കൃഷ്ണൻ ആ പ്രായം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മളും പറയുന്നത് 125 വയസ്സാണ് നമ്മുടെ ആയുസ്. നമ്മുടെ ആയുസിനെ കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. അതുകൊണ്ട് അതൊന്നും പറയണ്ട, നമുക്ക് കിട്ടിയ ആയുസൊക്കെ മതി. എന്തായാലും ഈ 125 വയസ്സുള്ള പ്രായത്തിലും കൃഷ്ണനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുക? ലോകസുന്ദരൻ. ഇത്രയും ആരോഗ്യമുള്ള ശരീരമുണ്ടോ? ഇതുപോലൊരു നരയോ ജരയോ 40 50 കഴിഞ്ഞാൽ ഒട്ടുവേദന, നടുവേദന, ഇവിടെ കൊളുത്തി പിടിക്കുന്ന കഞ്ഞിയും കുടിയല്ലാതെ വേറൊന്നും കുടിക്കാൻ വയ്യ. പിന്നെ പുറകിന് 100 അസുഖങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ നമ്മളെപ്പോലെ വല്ലതാണ് കൃഷ്ണൻ ഇരുന്നത്. ഈ 124 വയസ്സിനും സമ്പൂർണ്ണ ആരോഗ്യവാനായ ശരീരം കൊണ്ടിരുന്നു. എന്തുകൊണ്ട്? ഭഗവത് ഇച്ഛ അങ്ങനെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ അവതാരമാണെന്ന് മൂർത്തി കൊടുത്തിരിക്കുകയാണ്. ആ ഭഗവാൻ എല്ലാ ഉപദേശങ്ങളും ഉപസംഹരിച്ച് തൻ്റെ അന്ത്യസമയത്ത് ഇതാ ഒരാലിൻ്റെ ചുവട്ടിൽ ഏകാഗിയായി നിന്ദിക്കുകയാണ്. തൻ്റെ ഇടത്തേക്കാൽ വലത്തേക്കാലിൻ്റെ മുകളിൽ കയറ്റി വെച്ച് കസേരയിരിക്കുന്നവരെ നിങ്ങളെ കാണിക്കാൻ കഴിയും. ആ പാദങ്ങൾ ഇങ്ങനെ പുറമേ കാണത്തക്കോണം ഇരുന്നു. അദ്ദേഹം ഏകാന്തമായിരുന്നു. കൃഷ്ണൻ ധ്യാനിച്ചു. മുമ്പേ ബ്രഹ്മാവ് ധ്യാനിച്ചെന്ന് പറയുമ്പോൾ കൃഷ്ണനും ധ്യാനിച്ചു. ആരെ ധ്യാനിച്ചു? കൃഷ്ണന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ചനാഥനായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നല്ലപോലെ ധ്യാനിച്ചു. ഇങ്ങനെ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അന്ത്യം കുറിക്കാൻ കാരണമായിരിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ജല എന്ന് പറയുന്ന വേടൻ തലേ ദിവസം കിട്ടിയ അമ്പതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൂടാത്തവർ പിന്നെ സമയം പോലെ ചോദിച്ചോളൂ. ആ അമ്പും കൊണ്ട് ആദ്യമായി ഇറങ്ങി ഒരു വേട്ടയാടിയതാണ്. കാട്ടിലൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടന്നു. മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ ഭഗവാന്റെ പാദങ്ങൾ ഇങ്ങനെ ഇരിക്കുക, റോസാപ്പൂ പോലെ ചുമന്ന്. ദൂരെ നിന്നായി ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഈ വേടനെ, ഇതിൻ്റെ പേരാണ് ജല. ജലയ്ക്ക് തോന്നിയത്രേ ഒരു മാൻ്റെ നാക്കിങ്ങനെ നീട്ടി അതിങ്ങനെ ചലിക്കുവാണ് തോന്നി. ലക്ഷ്യം വെച്ച് എന്ത് ചെയ്തു? ഭഗവാന്റെ പാദപത്മങ്ങളിൽ ആ പാദത്തിൻ്റെ അടിയിൽ വന്ന് തറച്ചു. ഓടി വന്നു ജല. ഉള്ള തത്വങ്ങളുടെ ആകത്തുകയായ ഭഗവത്ഗീത വളരെ ലളിതമായ ഭാഷയിൽ ഏവർക്കും മനസ്സിലാവത്തക്ക വിധത്തിൽ, അതീവ ലളിതമായ വിധത്തിൽ ഇവിടെ അവതരിപ്പിച്ച നമ്മുടെ നാട്ടുകാരൻ കൂടിയായ യജ്ഞാചാര്യൻ, ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങൾ കണക്കാക്കുന്ന, ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീ പാർത്ഥസാരഥിപുരം വിശ്വനാഥൻ അവർക്ക് ഈ യജ്ഞം ഇത്ര വിജയപ്രദമായി നടപ്പാക്കാൻ സഹായിച്ചതിന്, അതിൻ്റെ നടുനായകമായി പ്രശോഭിച്ചതിന് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രസഭയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ആചാര്യ ദക്ഷിണയാണ്. ആചാര്യന് ദക്ഷിണ നൽകുവാനായി പാർത്ഥസാരഥി ക്ഷേത്രസഭാ പ്രസിഡന്റ് ശ്രീ ആർ രാധാകൃഷ്ണൻ.
കാണുന്നത് ചതുർബാഹു വിഷ്ണു രൂപത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രൂപം കണ്ടു, ഭഗവാന്റെ രൂപം. അതാണ് ജലയ്ക്ക് ദർശനമായ രൂപം. ജല കഴിഞ്ഞ് വിളിച്ചു താഴെ കിടന്നു വരുന്നു. ഭഗവാൻ, എന്തൊരു പരാപമാണ് ഞാൻ ചെയ്തത്, ജന്മജന്മാന്തരം എഴുതാൻ തീരാത്ത മഹാഭാവിയല്ലേ ഞാൻ. ചിരിച്ചുകൊണ്ടപ്പോഴും കൃഷ്ണൻ എപ്പോഴും പറഞ്ഞു, പ്രഹസൻ നീവ ജലേ, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, എന്റെ ഇച്ഛ നിന്നിൽ കൂടെ പ്രവർത്തിച്ചു. എഴുന്നേൽക്കൂ. ഭഗവാൻ സ്വാന്തനിച്ച് എഴുന്നേറ്റു. ഇതാ നീ ഈ സൽക്കർമ്മം ചെയ്തുകൊണ്ട് നിനക്ക് പോകാനുള്ള സ്ഥാനം ഇതാ മുകളിൽ ഭഗവാന്റെ ഇച്ഛ. ഒരു രഥം വന്നു, ഈ ജലയിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് നമുക്ക് സ്വർഗത്തിലേക്ക് വരും. ഭഗവാൻ അപ്പോഴും തൻ്റെ കർമ്മത്തിൽ ദുഃഖനായത്. അപ്പോഴാണ് പിന്നാലെ ഓടി വരുന്നു ആരാ? തന്നെ ഇത്രയും കാലം കൊണ്ടു നടന്ന ദാരുകൻ. ഭഗവാനെ കാണാൻ രാത്രി മുഴുവനും കാട്ടിലടഞ്ഞു. അവസാനം തുളസി ഗന്ധത്തിൻ്റെ ആ ഘ്രാണിച്ച് വനാന്തർ ഭാഗത്തൂടെ നടന്നു ഭഗവാന്റെ മുമ്പിൽ വന്നപ്പോൾ കണ്ടതെന്താ? ഈ രംഗം. അവിടെ കിടന്ന് കരഞ്ഞുകൊള്ളാൻ ദാരുകനും തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്തൊരബദ്ധമാണല്ലോ, ഈ ലോകത്ത് ആരെങ്കിലും ദുഃഖിക്കുമോ എന്തെങ്കിലും കാര്യത്തിന്? ദുഃഖം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ആവർത്തിച്ച് ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞെന്നെങ്കിൽ, മാ ശുച എന്ന് നമ്മളോട് പറഞ്ഞെങ്കിൽ, അന്ത്യനിമിഷത്തിൽ ഭഗവാന് വേണ്ടി കരയുന്ന ഈ ദാരുകനോടും പറഞ്ഞു, ദുഃഖിക്കേണ്ട ദാരുക, ഇതൊക്കെ പ്രകൃതിയുടെ നിയമം, ഇതതിൻ്റെ ക്രമത്തിൽ നടന്നുകൊണ്ട് ഈ ശരീരം പോകേണ്ട മാർഗത്തിൽ അത് വയ്ക്കുള്ളൂ. നിന്നിൽ ഞാൻ സന്ദർഭങ്ങൾ കൂടെ പറഞ്ഞെന്ന തത്വങ്ങൾ നീ മറന്നു പോകാതെ ഓർമ്മിച്ചോളൂ. അതാണ് അവിടെയും ആ ജ്ഞാനോപദേശത്തിന് ഊന്നൽ കൊടുത്തിട്ട് ഇതിനെ വിചിന്തനം ചെയ്ത് നീ ജീവിതം ധന്യമാക്കൂ. ഇനി വേഗം ചെന്ന് ഹസ്തിനാപുരം ചെന്ന് കഥയൊക്കെ പറഞ്ഞുകൊള്ളുന്നവരെ പറഞ്ഞു വിട്ടു. ഭഗവാൻ അങ്ങനെ ഇവരെല്ലാം വിട്ടതിന് ശേഷം പഴയ രൂപത്തിൽ ഏകാന്തമായിരുന്നു ആ ബ്രഹ്മശക്തിയിൽ താൻ സർവത്ര നിമഗ്നനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും അറിയാൻ വയ്യ സുജനങ്ങളെ. ആവിരാസി യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. ആ കിഴക്കതിൽ ഈ ചന്ദ്രൻ ഉദിച്ചു വരുന്ന പോലെ അവിടെ ആവിർഭവിച്ചു എന്നാ പറഞ്ഞു. ഭഗവാൻ അങ്ങനെ ആവിർഭവിക്കാനും സ്വയം തിരോഭിക്കാനൊക്കെ ശേഷിയുള്ള ഭഗവാനാണ്. ആ തിരോഭാവം നടന്ന സംഭവം വരെ ഭഗവാൻ എന്ത് ചെയ്തു? കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. നോക്കൂ ഭഗവാനത്തിന് ഉദാഹരിച്ചതിൻ്റെ കാര്യം. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് വേണം? മൈ സർവാണി കർമാണി സന്യസിദ്ധ്യാത്മചേതസ നിരാശീലമോഭൂത്വ യുദ്ധസ് വിഗതഞ്ചരാന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ത് വേണം? ശ്രേയാൻ സുധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. അർജുന, സുധർമ്മം ഭംഗിയായിട്ട് ചെയ്യൂ, പരധർമ്മം പാപകരമാണ്, ഭേദം ഭയാവഹമാണ് എന്ന് പറഞ്ഞപ്പോൾ അർജുനൻ ചോദിച്ചു, ഈ മാർഗത്തിൽ എന്നെ പാപത്തിലേക്ക് വലിച്ചടിക്കുന്നവരാണ്, മറ്റാരുമല്ല, ഈ കാമമാണ്. അവനിരിക്കുന്ന സ്ഥലം നീ ശ്രദ്ധിച്ചോളൂ. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതിലടങ്ങിയിരിക്കുന്ന ഈ കാമത്തെ, ദുരാസനമായ കാമത്തെ എന്ത് വേണം? ഇതിനെ നല്ലപോലെ ബുദ്ധി കൊണ്ട് മനോഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പരം ബുദ്ധിയെ, ബുദ്ധിക്കും അപ്പുറത്തുള്ളതായ ബോധവസ്തുവായിരുന്ന പരമാത്മാവിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് നീ ഇതിനെ നിയന്ത്രിച്ച് ആ കാമത്തിനെ, ശത്രുവിനെ ജയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 3-ാം അധ്യായം നമ്മൾ ഒന്ന് ചെറുതായിട്ടും റിവൈസ് ചെയ്യുക. എന്തായാലും ഞങ്ങൾക്ക് സാമാന്യഗതിയിൽ ഈ 5 ദിവസം വന്ന് ശ്രദ്ധിച്ചവർക്ക് ഇതിൻ്റെ ഒരു രൂപരേഖ കിട്ടിക്കാണുമെന്ന് ഞാനൊന്ന് ആശ്വസിച്ചുകൊള്ളട്ടെ. അഥവാ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇല്ലെന്ന് പറയരുത്. കാര്യം എനിക്കൊരു മനോവിഷമാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഇതൊന്നും പിടിയും കിട്ടാതെ ചെല്ലൊന്നും പ്രസംഗിക്കത്തില്ല. കുറേ സംസ്കൃത ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒന്നും മനസ്സിലാകുന്നില്ല. കടുകടുത്ത വേദാന്തം ഇങ്ങനെ ഒന്നുമല്ല. ഞാൻ വളരെ ലളിതമായിട്ട്, എത്ര ലളിതമായി പറയാമോ അത്രയും ലളിതമായിട്ട് എനിക്കറിയാവുന്ന ഭാഷയിൽ നിന്നൂടെ പറഞ്ഞു. എന്തായാലും ഈ യജ്ഞം അങ്ങനെ ഉപസംഹരിക്കാൻ പോകുന്നത് ഇനി നമുക്ക് 15 മിനിറ്റ് ബാക്കിയുണ്ട്. കഷ്ടിച്ച് 10 മിനിറ്റ് മതി ഈ അധ്യായം നമുക്കൊരാവർത്തി ഒരുമിച്ചൊന്നും ചൊല്ലാം. അറിയാവുന്നവരെല്ലാം ചൊല്ലിക്കൊള്ളുക. പുസ്തകം എടുക്കുക. ഇന്നലെ പറഞ്ഞാൽ പുസ്തകമുള്ളവർ കൊണ്ടുവരണം, അല്ലാത്തവർ ശാന്തമായിരുന്ന് ഇത് ശ്രദ്ധിക്കുക. അങ്ങനെ ചൊല്ലി നമുക്കിത് അവസാനിപ്പിക്കാം. തുടങ്ങട്ടെ. പുസ്തകമുള്ളവരെല്ലാം എടുത്തോളൂ. അഥ തൃതീയോധ്യായഃ
കർമ്മയോഗ. അർജുന ഉവാച യായസീ ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശ്രീഭഗവാനുവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ന കർമ്മണാമനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്ന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. ന ഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യതേ ഹ്യവശഃ കർമ്മ സർവപ്രകൃതിർഗുണൈഃ. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്യതേ. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരവതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തഃ സ വിശിഷ്യതേ. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധേത കർമ്മണാം യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനാം. തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്വത്ഥം കേശവോസ്തുഷ്ടകാമതു. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഃ പരസ്പരം ഭാവയന്ത ശ്രേയഃപരമവാപ്സ്യഥ. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവാ ദാസ്യന്തെ യജ്ഞഭാവിതാഃ തൈർദത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സ. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തെ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഖം വാപ യേ പചന്ത്യാത്മകാരണാത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവ. യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം. തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹ യഃ അഘായോരിന്ദ്രിയാരാമോ മോഹം വാർത്ത സ ജീവതി. യസ്ത്വാത്മരിതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവ. ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന. ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. തസ്മാദസക്തസ്തതം കാര്യം കർമ്മ സമാചര. അസക്തോ ഹ്യാചരൻ കർമ്മ ആപ്നോതി പൂരുഷ. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനകാദയ. ലോകസംഗ്രഹമേവാപി സംപശ്യൻ തത്ത്വമസി. യദ്യനാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന. സ യത്പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. നമേ വാർത്താസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. മാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. യേഹ്യഹം ന വർത്തേയം യാതു കർമ്മണ്യനിന്ദ്രിത. മമ വർത്താനുവർത്തന്തെ മനുഷ്യാ പാർത്ഥ സർവശ. ഉത്ശീലേയുമേ ലോക ന കുര്യാം കർമ്മചേദഹം. സങ്കരസ്ഥിത കർത്താസ്യ ഉപഹന്യാമിമാം പ്രജാഃ. സക്താഃ കർമ്മണ്യവിദ്വാംസോ യഥാ കുർവന്തി ഭാരത. കുര്യാദ് വിദ്വാൻ തഥാ സക്ത. ചീർഷു ലോകസംഗ്രഹം ന ബുദ്ധിഭേദം ജനയേത്. അജ്ഞാനാം കർമ്മസംഗിനാം ദോഷയേ സർവകർമാണി. വിദ്വാൻ യുക്തസമാചരൻ പ്രകൃതേ ക്രിയമാണാനി. ഗുണൈഃ കർമാണി സർവശ. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. തത്ത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ. ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. പ്രകൃതേ ഗുണസമ്മൂഢ
സജ്ജന്തേ ഗുണകർമ്മസു താൻ അകൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണഭിന്ന വിചാരയേ മയി സർവാണി കർമാണി സന്യസ്യാത്മചേതസ നിരാശീർനിർമ്മമോ ഭൂത്വാ യുധ്യസ്തു വിഗതജ്വര യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ ദേവി കർമ്മഭിः യേ ത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാന്താൻ വിദ്ധി നഷ്ടാന ചേതസാ സദൃശം ചേഷ്ടതേ സ്വസ്യാഃ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതോ തയോർന വശമാഗച്ഛേത് തൗഹ്യസ്യ പരിബന്ധിനോ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വനിഷ്ഠിക സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ അർജുന ഉവാച അധവേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നപി വാഷ്ണേയ ഗരാധിപ നിയോജിത ശ്രീഭഗവാനുവാച കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേന മികവൈരിണം തോമേനാവ്രിയദേവന് യഥാദർശോ മലേന യഥോർവേനാവൃതോ ഗർഭ യഥാദേനേനമാവൃതം ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യ അധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹൈർയേഷ ജ്ഞാനമാവൃത്യ ദേഹിനം തസ്മാത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപാനം പ്രദഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം ഇന്ദ്രിയാണി പരാണ്യാഹോ ഇന്ദ്രിയേഭ്യഃ പരം മന മനസസ്തു പരാ ബുദ്ധിർ യോ ബുദ്ധേ പരതസ്തു സഹ ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസവ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസവ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഓം തത്സത്. ഇത് ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ യോഗ്യായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഏതൊരു പരമകാന്തികന്മാരായ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണോ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ അതിമഹത്തായ ഗീതയെപ്പറ്റി എന്തെങ്കിലും ചില കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ഇവിടെ ശേഷിയുണ്ടായത് മഹാകാർമ്മികന്മാരായ ആ ഗുരുപരമ്പരയിൽ എല്ലാ അർത്ഥത്തിലും മനസ്സാ ശിരസ നമിക്കുന്നു. കരിമ്പുഴ ശ്രീ ശിവശങ്കര ആശ്രമത്തിൽ ഏതാണ്ട് 42 വർഷത്തിന് മുമ്പ് ആണ് ഞാൻ ചെന്നത്. അഭിവന്ദനായിരുന്ന സമാധിസ്ഥനായ ശിവാനന്ദ സ്വാമികളുടെ ശിക്ഷണത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും അന്നോടെ ഗീത പഠിച്ചുകൊണ്ടിരുന്നത്. മഹാത്മാവായ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞിട്ടും അവിടുത്തെ ശിഷ്യന്മാർ തന്നെ
അവിടുത്തെ നിയോഗപ്രകാരം ആ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പോഴും ഞങ്ങളെല്ലാം ഇതുവരെയും, ഞങ്ങളെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഞാനും കൂടാതെ ഈ സദസ്സിൽ അവിടുമായി ബന്ധപ്പെട്ട് വരുന്ന പല ആൾക്കാരുമുണ്ട്. അവിടുത്തെ നിരന്തരമായ ഒരു അനുഗ്രഹം അവിടെ ചെന്നുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ അതിന് ഓരോരുത്തർ പേരെടുത്ത് പറയുന്നു. ആ ശിവാനന്ദ സ്വാമികളെയും അതിനുശേഷം ഇപ്പോൾ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടു പോകുന്ന ശങ്കരാനന്ദ സ്വാമികളും അവിടെയുള്ള മറ്റെല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് ഇതിനെല്ലാം എല്ലാ ഉത്തരവും നൽകി ഇങ്ങനെ ഞങ്ങളെ നയിച്ചുകൊണ്ട് വന്നു. ഇപ്പോഴും അവിടുത്തെ ആണെങ്കിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, സംശയം ഞങ്ങൾ കാണുന്നു. ഈ ധ്യാന ശ്ലോകത്തിൽ പറയും പോലെ മുഖം കരോതി വാചാരം പങ്കും ലംഘ്യതയിലും കൃപയ്ക്ക് മുമ്പിൽ നമ്മൾ ധാഞ്ജലിയായി നിൽക്കുകയും മാറുന്നുള്ളൂ. കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ഗുരു തന്നെയാണ് ആ മാധവം. ആ ഗുരുപരമ്പരയെ സ്മരിക്കുന്നു. ഈ ഗീതാരണ്യം ഇന്ന് ഇവിടെ സമാപിക്കുന്ന ഈ സുദിനത്തിൽ അറിഞ്ഞോ അറിയാതെ ഒരു ഈശ്വരേച്ഛയാണല്ലോ, ഒരു ഗുരുപരയുടെ ഈച്ഛയാണല്ലോ ഒരു സന്യാസേഷം ഇവിടെ യാതനയായി. നിങ്ങൾക്കെല്ലാം അദ്ദേഹത്തിനെ അറിയാതിരിക്കില്ല. ആദ്യം ഇവിടെ ഗീതാരണ്യം നടന്നപ്പോഴും എഴുന്തോട്ടോ ആശ്രമത്തിൽ സ്വാമിയാണിരിക്കുന്നു. നിങ്ങളുടെ നോട്ടത്തിൽ കാഷായ വസ്ത്രമൊന്നുമില്ല. അങ്ങനെ പല രൂപങ്ങൾക്കും വ്യത്യസ്തനാണെങ്കിലും അദ്ദേഹം തിരഞ്ഞ ഒരു യോഗാരൂഢനായി കരിന്തോട്ടോ ആശ്രമത്തിൽ കഴിയുന്ന ആളാണ്. സ്വാമിയുടെ ആഗമനവും സാന്നിധ്യവും ഞങ്ങൾ കൃതാർത്ഥയോടുകൂടി സ്മരിക്കുന്നു. പ്രത്യേകമായി അവിടുത്തെ പാദങ്ങളിൽ നമിക്കുന്നു. പിന്നെ ഈ ഗീതായജ്ഞത്തിൽ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും സംബന്ധിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ നാട്ടിൽ ചിലവ് 10-50,000 പേരുണ്ടാകുന്നവരെല്ലാമൊന്നും നിലനിർത്തും. ഇത്തരം സത്കർമ്മ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സുമനസ്സുകൾ ബഹുഭൂരിപക്ഷവും വന്നു. അപ്പോൾ ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് നടക്കുന്നത്. ഈ സ്ഥലത്തുനിന്ന് വിട്ട് കരിമ്പൻപുഴയിൽ നിന്ന്, നെല്ലിവിടയിൽ നിന്ന്, കടമ്പനാട്ടിൽ നിന്നാണ്ട്, മൈനാപ്പള്ളിയിൽ നിന്ന് പല സ്ഥലങ്ങളിലുമായി എൻ്റെ സുഹൃത്ത് ബന്ധത്തിലുള്ളവരും. എങ്ങനെ സുഹൃത്ത് ബന്ധം? ഈ ആധ്യാത്മിക വിഷയമായിട്ടുള്ള ബന്ധത്തിലുള്ള ബന്ധമാണ്. ശാസ്താംകോട്ടയിൽ നിന്നൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്. ഇങ്ങനെ അന്യ സ്ഥലങ്ങളിൽ നിന്നും ഈ ഒഴിഞ്ഞ പ്രദേശമായി ഇവിടെ ബസ്സിൽ നിറഞ്ഞാൽ ഇത്രയും നടക്കണമല്ലോ. ഇതിലേക്ക് വന്ന് ഞങ്ങളുടെ യജ്ഞത്തിൽ പങ്കുചേർന്ന് സഹകരിച്ച പേരൊന്നും എടുത്തു പറയുന്നില്ല, ഒരു 10-15 പേര് ഇപ്പോഴുണ്ട്. അവരെല്ലാം നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. ഇതിനുവേണ്ടി എല്ലാ സംഭാരങ്ങളും ഒരുക്കി, ഇതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് ഇങ്ങനൊരു കാര്യം നടത്താൻ ഒരു ജ്ഞാനത്തിന് വേദിയൊരുക്കിയ ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രസഭാ പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, ഇവർക്കെല്ലാം വ്യക്തിപരമായി ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് നിങ്ങൾ ഈ നാട്ടിനോട് ചെയ്ത ഒരു വലിയ കടമയാണെന്ന് കൂടെ നിങ്ങൾ മറക്കാതിരിക്കും. ഇത്തരം ജ്ഞാനങ്ങൾ ഭാഗവതമാകട്ടെ, ഗീതയാകട്ടെ, രാമായണമാകട്ടെ, എന്തുമാകട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഉണർത്തി ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനമാർഗങ്ങളെ ഉയർത്തിയെടുത്ത് സമ്മാനജനങ്ങളെ പ്രബുദ്ധരാക്കാൻ ഒരു ക്ഷേത്രം തയ്യാറെടുക്കുമെങ്കിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ സമ്മാനജനങ്ങൾ വരും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അത് നമ്മൾ വെറുതെ കുറേ ഉത്സവം നടത്തുകൊണ്ട് മാത്രം, എട്ടുകാഴ്ച നടത്തിക്കൊണ്ട് മാത്രം, കുറേ കലാപരിപാടി നടത്തുകൊണ്ട് മാത്രം ഒന്നും ജനങ്ങളുടെ സാംസ്കാരിക മാർഗത്തിൽ ഉണ്ടാകത്തില്ല. അതൊക്കെ വേണം, ഇതെല്ലാം ആവശ്യമാണ്. പലതും കൂടെ ചേരുമ്പോഴല്ലേ ഒരു സദ്യക്ക് ഇരുന്നാൽ പല രുചികളാണ്. ഇവിടെ പുളിക്കുന്ന ഉപ്പ് മാങ്ങായ കാണും, നാരങ്ങ കാണും, മധുരമുള്ള പല കൂട്ടാൻ കാണും, അല്ലേ, മധുരമുള്ള പായസം കാണും, പരിപ്പ് കാണും, പപ്പടം കാണും, ഇതെല്ലാം കാണും. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സദ്യ എന്ന് പറയുന്ന പോലെ. ലോകം ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഒന്നും നമ്മൾ പുച്ഛിക്കുകയരുത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം. ഒന്നിനെയും നമ്മൾ അനാദരിക്കരുത്. പക്ഷേ ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ പ്രത്യേകം അറിയുന്നവർക്കറിയാമല്ലോ. ആ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ ഇത്തരം സത്സംഗങ്ങളും അന്തരീയങ്ങളും ഉണ്ടാവാൻ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന സന്മനസ്സിനെ ഞാൻ
ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രകീർത്തിക്കുകയാണ്. അവരോട് ഞാൻ എൻ്റെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം തന്നെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുമാണ്. പക്ഷെ എനിക്ക് അവരോടെല്ലാം ആദരവുണ്ട്. അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അവർ മനസ്സിലുണ്ടെന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെയാവുന്നത് ആരും ആകട്ടെ, ഏതെങ്കിലും ഒരു ആചാര്യനെ വരുത്തി ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ നമ്മളുടെ ആധ്യാത്മ രംഗത്തിന് ഉണർവുണ്ടാവാൻ, സാമാന്യ ജനങ്ങൾക്ക് അവർക്കൊരു അഭിവൃദ്ധി വരുത്താൻ. ഇപ്പം തന്നെ ഇവിടെ രാവിലെ വിശേഷമായൊരു ക്ഷേത്രത്തിലൊരു കളഭാഭിഷേകം ഉണ്ടായി. അതൊക്കെ താന്ത്രിക വിധി പ്രകാരമുള്ള കർമ്മകാണ്ഡ വേദവിധി പ്രകാരമുള്ള കർമ്മങ്ങളാണ്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക്, ക്ഷേത്രവിശ്വാസികൾക്ക് ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്. പക്ഷെ അതിനേക്കാളും എത്രയോ വലിയാണ് ഞങ്ങൾ ഏത് തന്നെയായാലും ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് സമഷ്ടിയിൽ അഭിവൃദ്ധി എന്ന് പറയും. എന്തായാലും ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ കരങ്ങളും ഭഗവാൻ പറയുന്ന പോലെ ആരുടെ കരങ്ങളാണ്? ഗീതയിൽ ഭഗവാന്റെ പറച്ചിലുണ്ട്, സർവതപ്പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവതശ്രുതിമല്ലോകേ സർവമാവർത്യതിഷ്ഠതി. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ കരങ്ങളും കണ്ണുകളും കാലുകളും എല്ലാം ഈശ്വരൻ്റേതാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാവരുടെയും കണ്ണായിട്ടും കാതായിട്ടും കാലായിട്ടും കൈയായിട്ടും ഞാൻ നിൽക്കുന്നു അർജുന. നമുക്ക് ഉറപ്പുണ്ട് ഈശ്വരൻ്റെ പ്രേരണയാണ് ഇതൊക്കെ ചെയ്യുന്നതും ചെയ്യിക്കുന്നു. ഇനി ഞാൻ എന്നോട് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഒരിക്കലും ഞാൻ എന്തോ സാധാരണക്കാരൊന്നും വ്യതിരിക്കനാണ്, ശ്രേഷ്ഠനാണ് എന്നുള്ള അഹന്തയുടെ ഒന്നും ഒരംശം പോലും ഉള്ളിൽ ഒരു സമയത്തും ഉണ്ടാകാതിരിക്കട്ടെ. എപ്പോഴും നമ്മൾ ഇതിനു മുമ്പിൽ നമ്മുടെ ശിരസ്ഥിരായി ഇതിനു വേണ്ടി നമ്മൾ ജീവിക്കുക. ഇതിനു വേണ്ടിയാണ്, ഇത് മറ്റൊന്നിനും വേണ്ടിയാണ്, നമുക്കൊന്നിനും വേണ്ടിയല്ല. ഇതെന്തിനു വേണ്ടി? നമ്മുടെ സ്വയം ജീവിതത്തെ ഉദ്ധരിച്ചെടുക്കാൻ. ആത്മനാത്മാനം ആത്മാനം അവസ്ഥയായി. അങ്ങനെ എനിക്കും എൻ്റെ ആ അന്ധകരണത്തിൽ ഒരിക്കലും അഹന്തയുടെ നാമ്പോൽ കൂടി എൻ്റെ നമോവാദങ്ങൾ അർപ്പിക്കുന്നു. ഇന്നിവിടെ സമാപന ചടങ്ങാണ്. തിരുമേനി വന്ന് ഇവിടെ ഒരു ദീപാരാധന നടത്തും. ആ സമയത്ത് നമ്മൾ നാമം ജപിച്ച് ഇവിടെ ആ ഭഗവത് പാദങ്ങളിൽ നാമജപങ്ങൾ എല്ലാം അർപ്പിച്ച് ആ ദീപാരാധന തൊഴുത് തീർക്കാം. ഇത് കഴിഞ്ഞ് യജ്ഞത്തിൻ്റെ ഔപചാരികമായ ചടങ്ങുകളിൽ ദക്ഷിണാകർമ്മം നടക്കാം. ഒപ്പം ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ തിരുനടയിൽ ഒരു ദക്ഷിണാകർമ്മം നടത്തി യജ്ഞപ്രസാദം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ആ യജ്ഞപ്രസാദം വാങ്ങിപ്പോകാം. ഞാൻ ഇന്നലെ പറഞ്ഞു, യജ്ഞപ്രസാദത്തിന് ഗീതയിൽ തന്നെ 11-ാം അധ്യായത്തിൽ 36 മുതൽ 46 വരെയുള്ള 11 ശ്ലോകങ്ങൾ ഗീതയിലെ ഒരേ ഒരു പ്രാർത്ഥനാ ഭാഗമാണത്. അതുകൊണ്ട് അതെടുത്ത് 3-ാം അധ്യായം ക്ലാസ്സിലെത്തിട്ട് അതെടുക്കണ്ടായിരുന്നു. ആ 11 ശ്ലോകങ്ങൾ അത്യന്തം വിശിഷ്ടമായ ഹൃദയത്തിൽ നിന്ന് ഒട്ടി വിടർന്നു വരുന്ന അർജുൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഗീതയിൽ അങ്ങനെ പ്രാർത്ഥനാരംഗം വേറെ ഒന്നുമില്ല. അർജുൻ ആ ഹൃദയം തുറന്ന് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാരംഗമാണ് സ്ഥാനീയ ഋഷികേശാൻ തുറന്ന ആ ശ്ലോകത്തിൽ പങ്കുചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ഗീത കയ്യിലില്ലാത്തവരും വാങ്ങിച്ചിട്ടില്ലാത്തവരും ഉണ്ടെങ്കിൽ പോലും നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഞാൻ ഇവിടെ നിങ്ങളെല്ലാം ചൊല്ലിപ്പഠിച്ച് ദിവസവും നിത്യപാരായണത്തിൽ പെടുത്തണം, വ്രതസ്ഥരാകണം. പിന്നെ ഇവിടുത്തെ യജ്ഞപ്രസാദമായി എൻ്റെ സംഘാടകർ നിങ്ങൾക്ക് പലതും വിശേഷം നൽകുന്നതെല്ലാം സന്തോഷമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞ 5 ദിവസങ്ങളായി നടന്നു വന്ന ഈ യജ്ഞം നമുക്ക് സമഗ്രമായി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. ഇനി പ്രത്യേകിച്ചൊന്നും വേറെ ഇല്ലല്ലോ. തിരുമേനി വന്നാൽ നമുക്ക് ഈ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ
രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും അവിടെ നിന്ന് തൊഴുതാൽ മതി. കർപ്പൂരാരാധന ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിനാരായണായേതി സമർപ്പയാമി. ഹരിനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ. ഭക്തജനങ്ങളെ, കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇവിടെ നടന്നു വന്നിരുന്ന ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിൻ്റെ സമാപനമാണെന്ന്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സർവവിജ്ഞാനത്തിൻ്റെയും ആകത്തുകയായ ഭഗവത്ഗീത വേദങ്ങളിലും ഉപനിഷത്തുകളിലും ശ്രുതികളിലും